ബ്രിൻസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ ബ്രിൻസ് അച്ഛാ ബ്രിൻസ് അച്ഛനെ കേൾക്കാമോ? തുടങ്ങിക്കോട്ടെ. കേക്കുന്നുണ്ട്. കേക്കാ അച്ഛാ. തുടങ്ങിക്കോട്ടെ അച്ഛാ. തുടങ്ങി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമനസ്, ഈ ക്വിസ് മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ പ്രിൻസ് അച്ഛൻ, ഈ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, അതുപോലെ ഈ മാധ്യമത്തിലൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മത്സരം വീക്ഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ തിരുമനസിന്റെ സ്മരണാർത്ഥം അരീപ്പറമ്പ് ജോർജിയൻ OCYM-ന്റെ ആഭിമുഖ്യത്തിലാണ് ആ പരിശുദ്ധ പിതാവിന്റെ സ്മരണ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു അഖില മലങ്കര തലത്തിലുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള ഒരു തീരുമാനം ദേവാലയത്തിലെടുത്ത് അത് ഏറ്റവും ഉചിതമായി കൈകാര്യം ചെയ്യുവാനായിട്ട് ഈ മത്സരങ്ങളൊക്കെ നടത്തി പരിചയമുള്ള നമ്മുടെ ബ്രിൻസ് അച്ഛനെ സമീപിച്ച് അച്ഛനത് നടത്താമെന്ന് സമ്മതിച്ചു. അതിലുള്ള സന്തോഷം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ ഏകദേശം 100-നോട് അടുത്തുള്ള മത്സരാർത്ഥികൾ ഇന്നലെ മത്സരത്തിൽ പങ്കെടുത്തു. അതിൽ നിന്ന് 6 പേരാണ് ഇന്ന് ഫൈനൽ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്ത്, അതുപോലെ തന്നെ പരിശുദ്ധ ബാവ തിരുമനസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു, സമ്മതിച്ച് ഇത് അനുഗ്രഹകരമാക്കി തീർക്കുന്ന ഏറ്റവും അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമനസിനെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മത്സരത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ നേതൃത്വവും കൊടുക്കുന്ന ബഹുമാന്യനായ ബ്രിൻസ് അച്ഛന്റെ ആ ഒരു നേതൃത്വ പാഠവും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലുള്ള പരിചയമാണ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാകുന്നത്. അതുപോലെ തന്നെ അച്ഛന്റെ കൂടെയുള്ള ഒരു കൂട്ടം യുവാക്കള് അവർ ഈ കാര്യങ്ങൾക്കൊക്കെയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ അച്ഛനെയും അച്ഛന്റെ യുവന പ്രസ്ഥാനം പ്രവർത്തകരെയും നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ധാരാളം വ്യക്തികളിൽ നിന്ന് എൻട്രികൾ വന്നു. അതിൽ തന്നെ നിരവധി ആളുകൾ മത്സരത്തിൽ പങ്കെടുത്തു. അതിൽ 6 പേര് ഈ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്ന 6 പേരെയും നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ മത്സരം വീക്ഷിക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ അരീപ്പറമ്പ് ജോർജിയൻ OCYM-ന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് പ്രാരംഭ വാക്കുകൾ സംസാരിക്കുന്നതിനായി അഭിവന്ദ്യ യൂഹാനൻ മാർ ദിയസ്കോറോസ് തിരുമനസിനെ ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട അലക്സ് മത്തായി അച്ഛൻ, ഈ ക്വിസ് കോമ്പറ്റീഷൻ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ബ്രിൻസ് മാത്യു അച്ഛൻ, ഇതിൽ മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നതായ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മറ്റ് സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമ്മുടെ അരീപ്പറമ്പ് സെന്റ് ജോർജ് ദേവാലയത്തിലെ ജോർജിയൻ യുവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിശുദ്ധ വലിയ ബാവ ഗീവർഗീസ് ദിയൻ ബാവ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവയുടെ സ്മരണ നിലനിർത്തക്ക രീതിയിൽ ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്തു എന്ന കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അതിൽ ബഹുമാനപ്പെട്ട അലക്സ് അച്ഛനെയും അരീപ്പറമ്പ് സെന്റ് ജോർജ് യുവന പ്രസ്ഥാനത്തെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വളരെ ക്രിയേറ്റീവ് ആയിരിക്കുന്ന ദൈവികമായ ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. സഭയുടെ പിതാക്കന്മാരെ അടുത്ത് വരുന്ന തലമുറയിൽ പരിചയപ്പെടുത്തുവാനും അവരുടെ
നല്ല മാതൃകയുള്ള വഴിയിലൂടെ അവരെ യാത്ര ചെയ്യുവാൻ ഒരുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇതൊരു ക്വിസ് കോമ്പറ്റീഷൻ മത്സരം എന്നതിനപ്പുറമായി സഭാ മക്കൾ സഭയുടെ ചരിത്രം അറിയാനും സഭാപിതാക്കന്മാരെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുവാനും ഉപയുക്തമാകുന്ന ഒരു മാർഗമാകുന്നു. പ്രത്യേകിച്ച് ഈ COVID-19 പശ്ചാത്തലത്തിൽ ടെക്നോളജി ഉപയോഗിച്ച് സൂമിലൂടെ ഒക്കെ ഇത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നു, ഉള്ള വഴികൾ തേടുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും അഭിനന്ദിക്കുന്നു. 100-ലധികം പേര് ഇതുവരെ ഉള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു എങ്കിൽ അതിനകത്ത് സ്ക്രീൻ ചെയ്ത് ഇന്ന് 6 ടീം അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. 6 പേരില് 5 പേര് ഞാൻ കാണുന്നുണ്ട്. ഒരാള് വീഡിയോ ഓഫ് ആയവരും കാണാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരെ കാണുന്നുണ്ട്. അവരോടുള്ളതായ എന്റെ സ്നേഹം പ്രത്യേകം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ മറയപ്പെട്ട ആളും പുറത്തു വന്നിട്ടുണ്ട്. സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ 6 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു മത്സരം എന്ന രീതിയിൽ കാണാതെ നമുക്ക് ദൈവം തരുന്ന കൃപാവരമാകുന്നു. പിതാക്കന്മാരെ കുറിച്ച് അറിയുവാനും സഭയെ കുറിച്ച് അറിയുവാനും വിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കുവാനുമുള്ള ഒരു മാർഗമാകുന്നു മനസ്സിലാക്കി നിങ്ങൾ ദൈവികമായതിൽ പങ്കെടുക്കുക എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ സ്മരണയിലാണ് ഇത് നടത്തുന്നത്. നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പിതാവാണ് പരിശുദ്ധ വലിയ ബാവ, കല്ലാശ്ശേരി ബാവ, കുറിച്ചി ബാവ. ഞങ്ങള് കുണ്ട്രക്കാര് പറയുകയാണെങ്കിൽ കുണ്ട്ര ബാവ എന്ന് പറയും. കാരണം ഒരു മെത്രാപ്പോലിത്ത എന്ന നിലയിൽ കൊല്ലം മെത്രാസനത്തെയും തുമ്പോൺ മെത്രാസനത്തെയും അതുപോലെ തന്നെ നേണ്ടം മെത്രാസനത്തെയും ഒക്കെ നയിച്ചത് കുണ്ട്ര സെമിനാരിയിൽ ദീർഘകാലം താമസിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് കുണ്ട്ര തിരുമേനി എന്നാണ് ഈ വലിയ ബാവയെ വിളിച്ചിരുന്നത്. വൃത്തൻ പുന്നൂസ് എന്ന് കളിയാക്കി വിളിച്ചവര് ഈ പരിശുദ്ധ പിതാവിന്റെ വിശുദ്ധ ജീവിതവും സഭാ നിലപാടുകളും എന്ത് എന്ന് നീതിനായ ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ നീതിനായ പീഠം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ വന്ന് വീണ് കാല് ചുംബിച്ച് കൈ ചുംബിച്ച് ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ പിതാവ് എന്ന് വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞത് കേട്ട് സന്തോഷിച്ച് മഹത്വീകരണത്തിലേക്ക് പോയ ഒരു പിതാവാകുന്നു വലിയ ബാവ എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഇതൊരു ക്വിസ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം ദീർഘമായി പറയുക എന്നത് ബുദ്ധിമുട്ടാണ് എന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെയും ജീവിതത്തിലെയും വികാരമാകുന്നു ഈ പിതാവ്. 1950-കളിൽ സഭയ്ക്കെതിരെ ഒരു വിധി ഉണ്ടായപ്പോൾ കൽക്കട്ടയിലായിരുന്ന ഈ പിതാവ് കേരളത്തിലേക്ക് വന്നപ്പോൾ തോൽവി അല്ല എന്നും അതൊരു വലിയ ജയത്തിന്റെ മുന്നോടിയാകുന്നു എന്നും ഓർമ്മപ്പെടുത്തി കൊട്ടാരക്കര മുതൽ കോട്ടയം വരെ അതിഗംഭീരമായ ഒരു രാജകീയ സ്വീകരണം നേടി മലങ്കര മക്കളെ നിങ്ങൾ ഭയപ്പെടരുത്, വെള്ളിയാഴ്ച ക്രൂശിച്ചതായ സത്യം ഞായറാഴ്ച ഉയർത്തുന്നേൽക്കുമെന്ന് വളരെ പ്രത്യാശയോടെ ആത്മധൈര്യത്തോടെ സഭാമക്കളെ ഉറപ്പിച്ചു നിർത്തിയ ഒരു വലിയ പിതാവിന്റെ സ്മരണയിലാണ് ഇത് കൊണ്ടാടുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഗോൾഡൻ ഏജ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പവും തുടർന്ന് ഒറ്റയ്ക്കും മലങ്കര മെത്രാപ്പോലിത്തയായും പൗരസ്ത്യ കാതോലിക്കായും നിറഞ്ഞു ശോഭിച്ച് സഭയെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി ദൈവസന്നിധിയിലേക്ക് മഹത്വീകരണത്തിലേക്ക് പ്രവേശിച്ച ഒരു പിതാവിന്റെ സ്മരണയിലാകുന്നു ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ആ പിതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ധാരാളമായി നിങ്ങളുടെ എല്ലാവരുടെയും മേലെ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് എല്ലാ നിയമങ്ങളും അനുകൂലമായിരിക്കുന്ന സഭയെ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രതിസന്ധികളിൽ നിന്ന് അഴിഞ്ഞ് ഈ പിതാവിന്റെ കാലഘട്ടത്തിലെ പോലെ സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ആശംസ നേർന്നുകൊണ്ട് നിങ്ങളെ ഇന്ന് ഈ മത്സരത്തിന് ഒരുക്കുന്നതായ ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ എന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. വളരെ മിടുക്കരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുവിനേക്കാൾ വലിയ ശിഷ്യന്മാരായി മാറുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളാണ് പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ. ഒരുപാട് സന്തോഷമുണ്ട് അച്ഛന് ഈ പരിപാടിയിൽ വന്ന് ലീഡർഷിപ്പ് കൊടുക്കുന്നു എന്നുള്ളതിൽ. ഞങ്ങളുടെ അലക്സ് അച്ഛൻ വളരെ മിടുക്കനായ ഒരു അച്ഛനാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ വളരെ മിടുക്കനാണ്.
അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. അങ്ങനെ പ്രഗത്ഭരും മിടുക്കരുമായ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നല്ലതുപോലെ ഒന്ന് മത്സരിക്കുക. ആ മത്സരം ക്രിയേറ്റിവിറ്റിക്കും ദൈവികതയ്ക്കും ഉതകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ബലഹീന ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഏറ്റവും തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ഒരു ചെറിയ പ്രോഗ്രാമിലേക്ക് അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഈ ഒരു സമയം മാറ്റിവെച്ച് കടന്നു വന്നു. അഭിമന്യ തിരുമനസ്സിനോടുള്ള എല്ലാവിധമായ ഭക്തി ആദരവുകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നുള്ള മത്സരം ബഹുമാനപ്പെട്ട അലക്സസിന്റെ ഇപ്പോൾ ക്രിസ്മസ് നമ്മോട് പറഞ്ഞു. അഭിനന്ദ ദിയസ്കോറോസ് തിരുമേനി, വന്ദനായ അലക്സച്ചൻ, മത്സരാർത്ഥികളായി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, പ്രത്യേകിച്ച് ഈ മത്സരം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. തിരുമേനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ഭയത്തോടെ സെമിനാറിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ വാർഡനായിരുന്ന പണിക്കരച്ചനെയാണ്. ഗുരുവിനേക്കാളും വലിയ ശിഷ്യൻ എന്നൊക്കെ തിരുമേനി പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ചിന്തയോ അങ്ങനെ ഒരു സാദൃശ്യത്തിന്റെയോ പോലും ആവശ്യമില്ലാത്ത ഒരു ഇടത്താണ് നിൽക്കുന്നത് എന്നുള്ള വലിയ ബോധ്യവും ഒരു തിരിച്ചറിവും ഒക്കെയാണ് ഈ സമയത്ത് മനസ്സിലൂടെ കടന്നു പോകുന്നത്. തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലൊരു മത്സരം നടത്തുവാൻ തക്കവണ്ണം ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. തിരുമേനി ഓർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിച്ച, അല്ലെങ്കിൽ മലങ്കരയുടെ യഥാർത്ഥത്തിൽ ശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തുര്യൻ ബാവ തിരുമേനിയുടെ ഭരണകാലം എന്നുള്ളത് നമുക്കൊക്കെയും അറിയാം. പത്രത്തിൽ ഈ പുണ്യപിതാവിനെ നാം ഓർക്കുകയും ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാനും പ്രത്യേകിച്ച് തലമുറകളിലേക്ക് ഈ പുണ്യം പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഈ ഒരു മത്സരം മുഖാന്തരമാകുന്നു എന്നുള്ളതിനെ ഓർത്ത് പ്രത്യേകം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഈ സമയത്ത് അഭിനന്ദിക്കുകയും. നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 100ഓളം മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിൽ അതിന്റെ പ്രാഥമിക തലത്തിൽ പങ്കെടുത്തത്. അങ്ങനെയുള്ള മത്സരാർത്ഥികളിൽ നിന്ന് നമുക്കറിയാവുന്നതുപോലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. ഒരു വലിയ ഗ്രൂപ്പിനെയും കൊണ്ട് നമുക്ക് ഈ മത്സരം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു സ്ക്രീനിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ മത്സരത്തിലേക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ഇന്നത്തെ ഈ ഫൈനൽസിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എല്ലാ ആളുകളും ഈ മത്സരം കാണുന്നുണ്ട്. പക്ഷെ മത്സരാർത്ഥികളായി നമുക്ക് 6 ടീം അംഗങ്ങൾ മാത്രമാണ് ഈ സമയത്തുള്ളത്. ഈ 6 പേരും മലങ്കര സഭയുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. വിവിധ ഭക്താസനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. വി റെപ്രസെന്റ് സെക്ഷൻ ആണ് തന്നെ. അതിന്റെ അനുവാദത്തോടെ ഈ മത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അല്പം മുമ്പ് മത്സരാർത്ഥികൾക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ എല്ലാവർക്കും ലോട്ടിട്ട് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ടീം എ, ടീം ബി, ടീം സി, ടീം ഡി, ടീം ഇ ആൻഡ് ടീം എഫ്, ഇങ്ങനെയുള്ള 6 ടീമുകളാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ മത്സരം നമുക്ക് ഏതാണ്ട് 9:30 അല്ലെങ്കിൽ 9:45 നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 6 റൗണ്ടുകളാണ് നമ്മുടെ മത്സരത്തിൽ ഉള്ളത് എന്ന് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കുന്നു. 5 റൗണ്ടുകൾ സാധാരണ റൗണ്ടുകളും അതിനുശേഷം 1 റൗണ്ട് നമ്മുടെ അവസാനത്തെ ഒരു അല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു റൗണ്ടും. അങ്ങനെയുള്ള 6 റൗണ്ടുകൾ മാത്രമാണ് നമ്മുടെ ഈ മത്സരത്തിൽ ക്രമീകരിക്കുന്നത്. മത്സരത്തിൽ ക്വിസ് മാസ്റ്ററുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ളത് പ്രത്യേകാൽ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇതിനിടയ്ക്ക് തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒന്നും അവസരമില്ല. നമ്മുടെ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഇതൊരു മത്സരം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ളൊരു അവസരമായിട്ട് ഇതിനെ നമ്മൾ കാണുക.
ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇതിൽ നമുക്ക് പങ്കെടുക്കാം. അതിൽ മുമ്പിൽ വരുന്ന ചിലർക്ക് ചില സമ്മാനങ്ങൾ ലഭിക്കുന്നു എന്നൊരു തലത്തിൽ മാത്രം നമ്മുടെ ഈ മത്സരത്തെ നമുക്ക് കാണുകയും ചെയ്യും. നമ്മുടെ ഈ മത്സരത്തിന് ആദ്യത്തെ 5 റൗണ്ടുകൾക്ക് 2 രീതിയിലുള്ള സ്കോറിങ്ങുകളുണ്ട്. ഞാൻ മുമ്പ് നടത്തിയിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഇതിലിരിക്കുന്ന മിക്കവാറും ആളുകൾ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. വി ഹാവ് 2 types of scorings. അതായത് ഒന്നാമത് നമുക്കൊരു ട്രഡീഷണൽ സ്കോറിംഗ് ഉണ്ട്. അതായത് ടീം എയോട് ഒരു ചോദ്യം ചോദിക്കും. ടീം എക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് 10 points. നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾ ആ ചോദ്യം ടീം ബിക്ക് പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന ടീം ബി ആണ് ഉത്തരം പറയുന്നെങ്കിൽ അവർക്ക് 5 കിട്ടും. അല്ല, ടീം ബിക്ക് അറിയില്ല, സി ആണെങ്കിൽ അവർക്ക് 5 കിട്ടും. പാസിംഗ് റൗണ്ട് ആണ്. സി ആണ് ഉത്തരം പറയുന്നെങ്കിൽ അവർക്ക് 5 കിട്ടും. അടുത്ത ചോദ്യം ടീം ബിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്ന ട്രഡീഷണൽ ക്യൂസിംഗ് ആണ്. അതാണ് നമ്മുടെ സാധാരണ റൗണ്ട് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് റൗണ്ട്, ഒന്നര വിട്ടുള്ള റൗണ്ടുകൾ, അത് നമുക്കറിയാവുന്നതുപോലെ ബൗൺസിംഗ് റൗണ്ട് ആണ്. ബൗൺസിംഗ് റൗണ്ടിൽ എല്ലാവർക്കും തുല്യ നീതി എന്നുള്ള തരത്തിൽ ടീം എയോട് ഒരു ചോദ്യം ചോദിച്ചു. എക്ക് അറിയാമെങ്കിൽ 10 കിട്ടും. അറിയത്തില്ല എങ്കിൽ അത് പാസ് ചെയ്യും. ബിയോട് ചോദിക്കും. ബിക്ക് അറിയാമെങ്കിൽ പറയാം. ബി പറയുകയാണെങ്കിൽ ബിക്കും 10 പോയിന്റുകൾ തന്നെ ലഭിക്കും. പക്ഷേ അടുത്ത ചോദ്യം വരുന്നത് ടീം സിയോടായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് ഉത്തരം പറയുന്നത് അവർക്കും 10 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ അടുത്ത ചോദ്യം അതിനുശേഷം വരുന്ന ടീമിനോടായിരിക്കും. ഒരു ചോദ്യം ആരും ഉത്തരം പറഞ്ഞില്ല എങ്കിൽ അതേ ചോദ്യം ചോദിച്ച അതേ ടീമിനോട് തന്നെ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയും ചെയ്യും. എല്ലാവർക്കും അത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നോടൊപ്പം സ്കോർ എഴുതുവാനൊക്കെ വേണം ഇവിടെ ആളുകളുണ്ട്. നിങ്ങൾ സ്കോർ നോട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മത്സരത്തിൽ ഞാൻ നേരത്തെ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നത് പോലെ നമ്മളെല്ലാവരും ദൈവനാമത്തിലാണല്ലോ കൂടി വന്നിരിക്കുന്നത്. നേരത്തെ ഓർമ്മിപ്പിച്ചിരുന്നത് പോലെ മത്സരത്തിന്റെ ഒരു സുതാര്യതയും മത്സരത്തിന്റെ ഒരു സത്യസന്ധതയും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. എല്ലാവരും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ടീം എ, ടീം ബി തൽക്കാലം ഇവിടെ കാണുന്നില്ല. ടീം ബി എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമായിട്ട് ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. വീണ്ടും ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. ടീം ബി ഓക്കെ, ടീം ബി 3 കയറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ടീം ഡി കുഴപ്പമില്ല. മത്സരത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ റൗണ്ട് പഴയ നിയമ ചോദ്യങ്ങളാണ്. ഈ ചോദ്യം നമുക്ക് സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൈക്രോഫോണുകൾ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണം. യാതൊരു കാരണവശാലും നിങ്ങളുടെ ക്യാമറകൾ ഓഫ് ചെയ്യാൻ പാടില്ല. മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്യണം. ക്യാമറ ഓഫ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എറർ ആയിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം കുഴപ്പമായിട്ട് കാണും. അടുത്ത ടീമിലേക്ക് ആ ചോദ്യം ചോദിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒരു നിമിഷം എനിക്ക് തരിക. ഞാൻ ഈ സ്ക്രീൻ ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ടീം എയോടാണ്. പാസിംഗ് റൗണ്ട് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 10 പോയിന്റും പാസ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് 5 പോയിന്റും എന്നുള്ള തലത്തിലാണ്. ചോദ്യം ഇതാണ്: ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരാണ് മകന് ഗർശോം എന്ന് പേരിട്ടത്? ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരാണ് മകന് ഗർശോം എന്ന് പേരിട്ടത്? ടീമേ മോശ. ടീമേ ഉത്തരം ശരിയാണ്, മോശയാണ്. മോശ മിദ്യാനിൽ ഇത്രോവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് സിപ്പോറെ ഭാര്യയായിട്ട് ലഭിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് മിദ്യാനിലേക്ക് പോയ മോശ അവിടെ വെച്ച് ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ആദ്യജാതന് ഗർശോം എന്ന് പേരിട്ടു. ടീമേക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ആരെക്കുറിച്ച് വിലാപം കഴിച്ച സ്ഥലത്തിനാണ് ആബേൽ മിസ്രയീം എന്ന് പേരായത്? ഇത് ഇസ്രായേൽക്കാരുടെ വലിയ വിലാപം എന്ന് പറഞ്ഞ് ജനങ്ങൾ ആ സ്ഥലത്തിന് ആബേൽ മിസ്രയീം എന്ന് പേരിട്ടു.
വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക്, മേൽപ്പട്ടക്കാരുടെ ഒക്കെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നാം വായിക്കുന്ന അവസാന സമാപന ശുശ്രൂഷയ്ക്ക് തൊട്ടു മുമ്പ് വായിക്കുന്ന പഴയ നിയമ ഭാഗത്ത് ഇത് നാം വായിക്കാറുണ്ട്. ആരെ കുറിച്ചുള്ള വിലാപത്തിന്റെ സമയത്താണ് ഈ പേര് അവർക്ക് ലഭിച്ചത്? ആ സ്ഥലത്തിന് ലഭിച്ചത് ടീം ബി. യാക്കോബ്. ഉത്തരം ശരിയാണ്. യോസഫും സഹോദരങ്ങളും യാക്കോബിന്റെ മൃതശരീരവും കൊണ്ട് തങ്ങളുടെ പൂർവികരുടെ ദേശത്തേക്ക്, കനാനിലേക്ക് യാത്ര ചെയ്തു. ആ പോയ വഴിക്ക് ഒരു വലിയ വിലാപം, 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിലാപം അവർ കഴിച്ചു. ആ സ്ഥലത്തിന് അവരുടെ വിലാപം കണ്ടിട്ട് ആബേൽ മിസ്രയീം എന്ന പേരായി എന്ന് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ടീം ബിക്കും 10 പോയിന്റുകൾ ലഭിക്കുന്നു. ചോദ്യം 3. ഏത് പഴയ നിയമ സ്ത്രീയുടെ പേരാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം തവണ പരാമർശിച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ള സ്ത്രീ നാമം ഏതാണ്? സി. കേൾക്കുന്നുണ്ടോ? പറഞ്ഞാട്ടെ. സാറയാണോ? സാറയാണോ? ശരിയാണ്. 59 തവണ വിശുദ്ധ വേദപുസ്തകത്തിൽ സാറ എന്ന പേര് പറയുന്നുണ്ട്. ഗോത്ര പിതാവായ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ, വിശ്വാസികളുടെ മാതാവ് എന്ന തലത്തിൽ തന്നെ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നു സാറ എന്ന പദം. ടീം സിക്കും 10 പോയിന്റുകൾ ലഭിക്കുന്നു. 4-ാമത്തെ ചോദ്യം ടീം ബിയോടാണ്. പുതിയ നിയമത്തിൽ കർത്താവിന്റെ ജന്മസ്ഥലം എന്നുള്ള തലത്തിൽ ബെത്ലഹേം വളരെ പ്രശസ്തമാണ്, പ്രസിദ്ധമാണ്. എന്നാൽ പഴയ നിയമത്തിലെ ഒരു പ്രശസ്തയായ സ്ത്രീയെ സംസ്കരിച്ചത് ബെത്ലഹേമിലാണ്. ആരെയാണ് ബെത്ലഹേമിൽ സംസ്കരിച്ചത്? ടീം ഡി. കേൾക്കാമോ? ഹലോ ഹലോ പറയട്ടെ. വ്യക്തമായില്ല. എസ്തേർ ആണോ? എസ്തേർ ആണോ? ഒരിക്കലും അല്ല. കാരണം എസ്തർ ജീവിച്ചിരുന്നത് പേർഷ്യയിലാണ്. അഹശ്വേരോശ് രാജാവിന്റെ പത്നിയാണ്. രണ്ടിടമാണ്. തെറ്റാണ്. ടീമി. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞേ. റാഹേൽ. പുസ്തകത്തിൽ ശരിയാണ്. റാഹേലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിലും റാഹേലിന്റെ ശവകുടീരത്തെ പറ്റി പരാമർശമുണ്ട്. റാഹേലിനെയാണ് ടീം ഇക്ക് 5 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം വീണ്ടും ടീം ഇയോട്. ഏത് സ്ഥലത്ത് വെച്ചാണ് കൊച്ചുകാർ രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ താമസിച്ചത്? ടീം ഇ. ടീം ഇയുടെ അവസരമാണ്. നമുക്ക് ഉത്തരം പറയാം. ഏത് സ്ഥലത്ത് വെച്ചാണ്, നമുക്ക് കഥ അറിയാവുന്നതാണ്, രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ ആളുകൾ താമസിച്ച ഏത് സ്ഥലത്ത് വെച്ചാണ് അവർ അവിടെ താമസിച്ചത്? ടിമി. യെരിഹോ. ഉത്തരം വളരെ ശരിയാണ്. അതിനൊരു ലോജിക്കും കൂടെ അറിയായിരുന്നു. കാരണം കനാൻ ദേശത്തേക്ക് ചെല്ലുമ്പോൾ കീഴടക്കിയത് എരീഹോ പട്ടണമാണ്. എരീഹോ കോട്ട തകർത്തിട്ടാണ് നഗരത്തിന്റെ വാതിൽ, എരീഹോയുടെ മതിലിനരികിൽ നഗരവാതിലാണ് രാഹാബ് താമസിച്ചിരുന്നത്. എരീഹോ എന്നുള്ളതാണ് ശരീരം.
5 പോയിന്റുകൾ ലഭിക്കുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എഫിനോടാണ്. എഫിന്റെ ചോദ്യം എന്താ? ഏത് നഗരത്തിന്റെ നാശത്തെ ചൊല്ലിയാണ് ഇരമ്യ പ്രവാചകൻ വിലാപങ്ങൾ രചിച്ചത്? യെരുശലേം. ശരിയാണ്. 586 BC-യിൽ യെരുശലേം നഗരം തകർക്കപ്പെട്ടപ്പോൾ യെരുശലേമിന്റെ വിലാപത്തെ ചൊല്ലി, യെരുശലേമിന്റെ നാശത്തെ ചൊല്ലി ഇരമ്യ പ്രവാചകൻ വിലാപങ്ങൾ തന്റെ കാവ്യ ഗ്രന്ഥം രചിച്ചു. ടീം എഫിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് നമുക്ക് ഒരു നിമിഷം നോക്കാം. പോയിന്റ്, ടീം സിക്ക് 10 പോയിന്റ്, ടീം ഡി പോയിന്റുകളൊന്നും നേടിയിട്ടില്ല. ടീം ഇ 5 പോയിന്റ്, ടീം എഫ് ഒന്നാം റൗണ്ടിൽ തന്നെ 15 പോയിന്റുകൾ കരസ്ഥമാക്കി ഒന്നാം സ്ഥാനത്ത്. സംശയമില്ലല്ലോ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നീങ്ങുകയാണ്. രണ്ടാമത്തെ റൗണ്ട് ബൗൺസിംഗ് റൗണ്ടാണ്. പുതിയ ടീമിലെ ചോദ്യങ്ങളാണ്. ഈ ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ഫ്രം ടീം എ ടു ടീം ഇ എന്നുള്ള ഓർഡറിൽ തന്നെയായിരിക്കും നമ്മൾ പോകുക. 3ഉം 4ഉം റൗണ്ടുകൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മൾ ചോദിക്കുന്നത് എന്നുള്ള കാര്യവും ഓർമ്മിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുവാനായിട്ട് ഒരു നിമിഷം. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് പുതിയ നിയമ ചോദ്യങ്ങളാണ്. ബൗൺസിംഗ് റൗണ്ടാണ്. 10ഉം 5ഉം പോയിന്റുകൾ നമുക്ക് ലഭിക്കില്ല. എല്ലാ ചോദ്യത്തിനും 10 പോയിന്റുകൾ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഈ മത്സരം ഈ റൗണ്ടിൽ നീങ്ങുകയാണ്. ടീമേ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഇവൻ യോഹന്നാൻ സ്നാപകനാണ്, മരിച്ചവരിൽ നിന്ന് ഉയർത്തുകൊണ്ടാണ് ശക്തികൾ ലഭിച്ചിരിക്കുന്നത് എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? മേയോടാണ് ചോദ്യം. യേശു തമ്പുരാനെ കുറിച്ച് കേട്ടപ്പോൾ ഇവൻ യോഹന്നാൻ സ്നാപകനാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തത് കൊണ്ടാണ് അവൻ ഈ ശക്തികളൊക്കെയും ലഭിച്ചിരിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. ടീമേ, ഹെരോദാവാണോ? ഹെരോദാവ്. ഹെരോദാവ്. ഹെരോദാവ് ശരിയാണ്. മത്തായി 14:1 ഇടപ്രഭുവായ ഹെരോദാവ് പറയുകയാണ്, ഞാൻ കൊന്ന യോഹന്നാൻ സ്നാപകൻ തന്നെയാണ് ഇവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തുകൊണ്ടാണ് ഇവന് ശക്തികളൊന്നും ലഭിച്ചിരിക്കുന്നത്. ടീമിക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീമിയോടാണ്. വിശുദ്ധ ലൂക്കോസ് നൽകുന്ന ക്രിസ്തുവിന്റെ വംശാവലിയിൽ ദാവീദിന്റെ മകൻ ആര് എന്നാണ് പറയുന്നത്? 2 വംശാവലികൾ നമുക്ക് ഉണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ വംശാവലിയിൽ, ക്രിസ്തുവിന്റെ വംശാവലിയിൽ ദാവീദിന്റെ മകൻ ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ചിമ്പി. ശലോമോൻ. ശലോമോൻ. ഉത്തരം തെറ്റാണ്. ടീം സി. നാദാൻ. ടീം സി. നാദാൻ. 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 ഉത്തരം ശരിയാണ്. നാദാൻ ദാവീദിന്റെ മകൻ.
അല്ലെങ്കിൽ ദാവീദ് നാഥാനെ ജനിപ്പിച്ചു എന്നാണ് വിശുദ്ധ ലൂക്കോസ് വംശാവലിയിൽ പറയുന്നത്. ടീം സിക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. എഫെസൂസിൽ വെച്ച് ദമത്രിയോസ് എന്നൊരു തട്ടാൻ തന്റെ തൊഴിലിന് ബന്ധം വരുമെന്ന് കരുതി പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തെ എതിർത്തു. അതായത് പൗലോസ് ശ്ലീഹായുടെ സുവിശേഷ പ്രചരണത്തിന്റെ ഭാഗമായി എഫെസൂസിലായിരുന്നപ്പോൾ അവിടെ വെച്ച് കുറെ ആളുകളെയൊക്കെ മാമോദിസ മുക്കി, യോഹന്നാന്റെ സ്നാനം മറ്റേ ആളുകളെയൊക്കെ അദ്ദേഹം വീണ്ടും മാമോദിസ മുക്കി. അങ്ങനെ ഇരുന്നപ്പോൾ ആദ്യം സ്കേവയുടെ 7 പുത്രന്മാര് ഇതിനെ എതിർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തട്ടാൻ, അയാളുടെ പേര് ദമത്രിയോസ് എന്നാണ്, വെള്ളി കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നയാളാണ്. അയാൾ അവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ പ്രവർത്തിച്ചാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടും, നമ്മുടെ തൊഴിൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കുകയാണ്, തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് കരുതിയ ഒരു വിപ്ലവം ഉണ്ടാക്കുകയാണ്. ഇപ്പോഴും ആരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. പോയിക്കൊള്ളണേ, തൊഴിൽ നഷ്ടപ്പെടുമെന്ന് കരുതി ഒരു വിപ്ലവം ഉണ്ടാക്കും. ഏത് ദേവിയുടെ വിഗ്രഹം തീർക്കുന്നതായിരുന്നു ദമത്രിയോസ്? അപ്പോസ്തല പ്രവർത്തികളുടെ സംഭവമാണ്. ടീം ഡി. ടീം ഡി ടീം ഡി മൈക്രോഫോൺ ഓൺ ചെയ്യണം കേട്ടോ. ഐ മീൻ നിങ്ങളെ ക്യാമറ ഓൺ ചെയ്യണം, ക്യാമറ ഓഫ് ചെയ്യരുത്. ഓണാ ഓണാണോ? നീ കാണുന്നില്ല. ടീം ബി അച്ഛാ, പറഞ്ഞോ. അർത്തമീസ് ദേവി. ഉത്തരം ശരിയാണ്. അർത്തമീസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാകുന്നവരായിരുന്നു അവർ. അപ്പോസ്തല പ്രവർത്തികൾ 19:24 പറയുന്നു അർത്തമീസ് ദേവി എന്നുള്ളത് ശരിയാണ്. ചോദ്യം ടീം എഫിനാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് എവിടേക്കോ പോയി. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൽ പറയുന്ന ഒരു വാചകമാണ്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു പോയി. എവിടേക്ക് ദേമാസ് പോയി എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനോട് പറയുന്നത്. മക്കതോനിയ. മാസിഡോണിയ. ഉത്തരം തെറ്റാണ്. ടീമേ കൊരിന്തിലേക്ക്. തെറ്റാണ്. ചിമ്പി എഫേസ്യൂസ്. എങ്ങനെയാണോ പറഞ്ഞത്? ക്ലിയർ ആവുന്നല്ലോ. ജെറിൻ സിസി എഫേസ്യൂസ് എന്നാണ് ഉത്തരം പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. എഫേസ്യൂസ് എന്നാണ് ഉത്തരം പറഞ്ഞത്. ഉത്തരം തെറ്റാണ്. ചിമ്പി അന്ത്യോക്യ അല്ല. ചിമി ഹലോ, പറഞ്ഞ മോളെ. അവസാനിക്കുകയാണ്. ഉത്തരം ഉണ്ടോ? ഇല്ല, പാസ് പറയാം. ഹലോ. ഓക്കെ, ഉത്തരം ഉണ്ടെ പറഞ്ഞോളൂ. ഒരു ടീമും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതിനെ ഞാൻ വിശ്വസിക്കുന്ന ഓഡിയൻസ് ഉത്തരം കമന്റ് കാണുമെന്നാണ്. വെറുതെ പറയാമോ? എന്തോ വെറുതെ പറഞ്ഞോളൂ. ത്രോവാസ് ആണോ? അറിയത്തില്ല. ത്രോവാസ് ആണോ? അല്ല, ത്രോവാസ് അല്ല. 2 തീമോഥെയോസ് 4:10 വളരെ പ്രശസ്തമായ വാചകമാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ആർക്കും പോയിന്റുകൾ ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ടീം എഫിനോട് തന്നെയാണ്. കഴിഞ്ഞ ചോദ്യം ചോദിച്ച അതേ ടീമിനോട് തന്നെയാണ്
വീണ്ടും പോകാം. വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന പുതിയ ഇസ്രായേലിന്റെ 12 ഗോപുരങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? വെളിപാട് പുസ്തകം 20-21 അധ്യായങ്ങളിൽ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ ഇങ്ങനെ ചില സങ്കല്പങ്ങളുണ്ടല്ലോ. അവിടെ പുതിയ ഇസ്രായേലിനെ കുറിച്ച് വളരെ വിശദമായ വർണ്ണനകളുണ്ട്. പുതിയ ഇസ്രായേൽ ഇസ്ലാമാണ് ഞാൻ ടൈപ്പ് ചെയ്ത് പുതിയ ഇസ്ലാമിനെ കുറിച്ച് വിശാലമായ വർണ്ണനകളുണ്ട്. പഴയ യെരുശലേം ദേവാലയത്തെയും കാര്യങ്ങളുടെയും ഒരു ഡിറ്റോ വർണ്ണനയാണ് അവിടെ ഉള്ളത്. അവിടെ ഓരോന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 12 ഗോപുരങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഗോപുരങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ശ്രമിക്കാം പാസ് പറയുന്നതിന് മുൻപ്. പാസ്സാണോ? മുത്തുകൊണ്ട് വൈരത്തിന്റെ എന്തോ വൈരത്തിന്റെ മുത്തുകൊണ്ട് വൈരത്തിന്റെ മുത്ത് ഉത്തരം വളരെ ശരിയാണ്. മുത്തുകൊണ്ടാണ് പുതിയ 12 ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ടീം എയ്ക്ക് 10 പോയിന്റ് ലഭിക്കുന്നു. അവസാനത്തെ ചോദ്യം, ഈ റൗണ്ടിൽ അവസാനത്തെ ചോദ്യം ടീം ബിയുടെ. ആരുടെ സ്ഥാനത്തെ കുറിച്ച് ദാവീദ് പ്രവചിച്ചിരിക്കുന്നുവെന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത്? ടീം ബിയോടാണ് ചോദ്യം. ആരുടെ സ്ഥാനത്തെ കുറിച്ച് ദാവീദ് പ്രവചിച്ചിരിക്കുന്നുവെന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത്? യൂദ ഇസ്കരിയോത്ത്. ഉത്തരം ഈ ബി പറഞ്ഞത് വളരെ ശരിയാണ്. അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുവനിരിക്കട്ടെ എന്ന് ദാവീദ് പ്രവചിച്ചത് അല്ലെ? യൂദയുടെ സ്ഥാനത്തെ കുറിച്ചാണ്. ബിക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടും ഇവിടെ അവസാനിക്കുകയാണ്. 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ നമ്മുടെ സ്കോർ എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ സ്കോർ സുരനെ ക്ഷണിക്കുന്നു. ഈ മത്സരത്തിലെ 2ാം റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ സ്കോർ ടീം എക്ക് 30 പോയിന്റ് ഗോളോടെ 1ാം സ്ഥാനത്തേക്കാണ്. ടീം ബി 20 പോയിന്റ്, ടീം സിക്കും 20 പോയിന്റോടെ ഒപ്പത്തിനൊപ്പമുണ്ട്. ടീം ഡിക്ക് ഇതുവരെ പോയിന്റുകളൊന്നും ലഭ്യമായിട്ടില്ല. ടീം ഇയും ടീം എഫും 15 പോയിന്റുമായി ഒപ്പത്തിനൊപ്പമുണ്ട്. താങ്ക് യു. മൂന്നാമത്തെ ടീം എഫ് ടീം രീതിക്കാണ് നമ്മുടെ മൂന്നാമത്തെ ക്രമീകരണങ്ങൾ. പാസിംഗ് റൗണ്ട് ആണ് ആദ്യത്തെ റൗണ്ട്. അതായത് 10ഉം 5ഉം പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ ഈ റൗണ്ടിൽ പാട്ടുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പാട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനൊന്ന് പാടാൻ ശ്രമിക്കുകയും ചെയ്യും. പാട്ട് കേൾക്കുന്ന വിശ്വസിക്കുകയാണ്. കേൾക്കാറുണ്ടല്ലോ അല്ലേ? കേൾക്കാറുണ്ടല്ലോ? വ്യാപാരം മൂലം നോമ്പിൻ വൻ പോരാട്ടത്തിൽ കിട്ടിയ ലാഭം നോക്കട്ടെല്ലാരും
താലത്തിൽ നാഥൻ എന്ന് തുടങ്ങുന്ന ഈ ഗീതം ഏത് ദിവസം ഉപയോഗിക്കുന്ന ഗീതമാണ് എന്നുള്ളതാണ് ചോദ്യം. ടീം എഫിനോടാണ് അവസാനത്തെ ടീമിനോടാണ് ചോദ്യം. എഫിന് ഉത്തരം പറയാം. 40-ാം വെള്ളിയാഴ്ച. 40-ാം വെള്ളിയാഴ്ച ഏത് സമയത്ത് പറയാമോ? ചോദ്യത്തിന്റെ ഭാഗമല്ല എങ്കിലും 40-ാം വെള്ളിയാഴ്ച ഏവെങ്കിലും ശേഷം 40-ാം വെള്ളിയാഴ്ച ഏവെങ്കിലും ശേഷം ഉപയോഗിക്കുന്ന ഗീതമാണ്. ടീം എഫിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ടീം ഇയോടാണ്. പാട്ട് ശ്രദ്ധിക്കും. പാട്ട് കേട്ടുവല്ലോ അല്ലെ? ഓക്കെ, പാട്ട് കേട്ടു. ഈ പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? പരിചയമുള്ള ഗീതമാണ്. ഈ പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ടിമി, ഒരു മിനിറ്റ്. നമ്മളെ ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും ഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം. ജഡനേത്രം ദർശിക്കുകയോ ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം. ഇത്ര വളരെ ശരിയാണ്. മോളിങ്ങനെ പാടിയതെങ്കിലും ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ടീം ഇക്ക് 10 പോയിന്റ് ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ടീം ഡിയോടാണ്. ടീം ഡിയോടാണ്. നിങ്ങൾക്കു സമാധാനം നിങ്ങളുടെ സഹിതം എന്റെ പരിചയമുള്ള വരികളാണെന്ന് എനിക്ക് തോന്നുന്നു. മാളികയിൽ വച്ചീവൻ നാൾ കർത്തൻ കൽപ്പി നിങ്ങൾക്കു സമാധാനം മനുഷ്യന്മാരെ നിങ്ങൾ സഹിതം എന്ന് തുടങ്ങുന്ന ഈ ഗീതം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? പാടുക വേണ്ടത് പാട്ടല്ല, ക്വസ്റ്റ്യൻ ഏത് എന്ന് പാടുന്നതാണെന്നാണോ? അതെ അതെ, ഏത് വിശേഷ ദിവസം ഉപയോഗിക്കുന്ന ഗീതമാണത്? സ്വർഗാരോഹണ പെരുന്നാളെന്നല്ലയോ? സ്വർഗാരോഹണം അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, തെറ്റാണ്. സ്വർഗാരോഹണം എന്ന ഉത്തരം തെറ്റാണ്. ടീം സി ഉത്തരം പറയാം. ഞായറാഴ്ചക്ക് ഞായറാഴ്ചക്ക് പാടുന്ന ഏത് സമയത്താ ആലോചിച്ച് ഏതെങ്കിലും ശേഷമാണ് അറിയില്ല. പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ? ഞായറാഴ്ച ഏതെങ്കിലും ശേഷം, അല്ലെങ്കിൽ അൻപടയുടെ സമയത്ത്, അല്ലെങ്കിൽ ഹുത്തം. ഈ 3 സ്ത്രീകളെ നമ്മുടെ ഉത്തരം വളരെ ശരിയാണ്. ശരിയാണ്. പുതു ഞായറാഴ്ച ഏവൻഗലിയോന് ശേഷമാണ് ഈ പാട്ട് നാം പാടുന്നത്. 5 പോയിന്റുകൾ ടീം സിക്ക് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെ അല്ലേ? സിയോട് തന്നെ ചോദ്യം.
ക്ലിയർ അല്ല അച്ഛാ. ക്ലിയർ അല്ല അച്ഛാ. ഈ ഗീതം അല്ലേ നിൻകാരുണ്യത്തിൻ വാതിൽ തുറക്കേണം പാപിനിയാൾക്കെന്നോണം എന്ന് തുടങ്ങുന്ന ഈ ഗീതം ഏത് ദിവസം ഉപയോഗിക്കുന്നതാണ് എന്നതാണ് ചോദ്യം. ടീം അച്ഛാ ദുഃഖ ശനിയാഴ്ചക്ക്. ദുഃഖ ശനിയാഴ്ച ഉത്തരം തെറ്റാണ്. ഐ എം സോ സോറി. ടീം ബി ചോദ്യം ബിക്ക് ഉത്തരം പറയാം. കന്യകമാരുടെ കന്യകമാരുടെ ഞായർ. അങ്ങനെ ഒരു ഞായറുണ്ടോ? അങ്ങനെ ഒരു ഞായറുണ്ടോ? കന്യകമാരുടെ ഞായർ എന്ന് പറയുന്ന ഒരു ഞായർ ഇല്ല. ഉത്തരം തെറ്റാണ്. ടീമേ പാട്ടൊന്നുകൂടെ പാടാം. ശരിക്കും കേട്ടില്ല, തുടക്കം ക്ലിയർ ആയില്ലായിരുന്നു. എന്റെ കാരുണ്യത്തിൻ വാതിൽ തുറക്കേണം പാപിനിയാൾക്കെന്നോണം ഞാൻ അർപ്പിച്ചിടും കണ്ണീർ കൈ കൊണ്ടേ എന്റെ കടങ്ങൾക്കായി നൽകണമേ പരിഹാരം. ഈ ഗീതമാണ്. ശുശ്രൂഷയാണോ അതോ ഞായറാഴ്ചയാണോ? അത് പറയാൻ പറ്റില്ല. അതാണ് ഏത് വിശേഷ ദിവസം ഉപയോഗിക്കുന്ന ഗീതമാണ്, അല്ലെങ്കിൽ ഏത് ദിവസമാണ്. വിശേഷ ദിവസം എന്നുള്ളതല്ല, നമ്മൾ പറയണം ഏത് സന്ദർഭത്തിലെ ഗീതമാണ്. ഏത് വിശേഷ ദിവസം? സ്ലിപ്പ് ചെയ്യുന്നില്ലല്ലോ, ഇത് പാസ് ചെയ്ത് വന്ന ക്വസ്റ്റൻ അല്ലേ. കൂനിയുടെ ഞായർ. കൂനിയുടെ ഞായർ അല്ല. ശുഭ്കനാണോ? ശുഭ്നോ അല്ല, തെറ്റാണ്. ടിവി അച്ഛാ വലിയ നോമ്പില് രക്തസ്രാവക്കാരിയുടെ കേട്ടില്ല. അച്ഛാ രക്തസ്രാവക്കാരി ഓർക്കുന്ന വലിയ നോമ്പിലെ രക്തസ്രാവക്കാരിയുടെ ഞായറാഴ്ച അങ്ങനെയാണ്. അതെ അച്ഛാ രക്തസ്രാവക്കാരിയെ ഓർക്കുന്ന വലിയ നോമ്പിലെ അന്ന് ഞായറാഴ്ച ഉണ്ടോ വലിയ നോമ്പിൽ? രക്തസ്രാവക്കാരി ഓർക്കുന്ന ഞായറാഴ്ച അങ്ങനെ ഞായറാഴ്ച ഇല്ലല്ലോ. ഇല്ല, തെറ്റാണ്. നിങ്ങൾ ചോദിച്ചത് ടീം സിയോട്. ടീം ഡി പുറജാതി സ്ത്രീയുടെ മോളെ സൗഖ്യമാക്കി. ബാക്കി എല്ലാം ആയി. പുറജാതിയായി, തളർവാദിയായി അല്ലേ. ഇനി അവസാനം ഉണ്ടായിരുന്നത് ഈ സ്ത്രീയുടെ പറഞ്ഞു തീർത്തു. അത് മലയാളിയുടെ അടിസ്ഥാന സ്വഭാവമാണ്. നമ്മൾ ലൈൻ പറഞ്ഞാൽ ലൈനുകളിലൂടെ നമ്മൾ പോകണം. ലൈനിൽ അല്ലേ. വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ഇപ്പം വീഡിയോ ഓൺ ചെയ്യണേ. ഓണാ ഉത്തരം പറയുന്നില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ഗീതമാണ്. നമസ്കാരമുണ്ട്. ഇപ്പോഴല്ല, വലിയ സമയം നമസ്കാരം നടത്താറുണ്ട്. ഈ പാട്ട് ഫെമിലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓർക്കും നമ്മൾ മറന്നുപോയി എന്നുള്ള. ഏതായാലും ആർക്കും പോയിന്റുകൾ ലഭിക്കില്ല. അടുത്ത ചോദ്യം ടീം ബിയോടാണ്.
ഇത് തത്വമാണ്. എവൻഗേലിയന് മുമ്പ് ഉപയോഗിക്കുന്ന സങ്കീർത്തന ഭാഗം തത്വമാണ്. നിൻ വിളിവും വിശ്വാസം നൽകിടേണമേ, സാന്ത്വനമരുളി പാവനഗിരി ശിബിരങ്ങളിലേക്കു നയിച്ചിടണമെന്നേ. ഹല്ലേലൂയ. ഇത് ഏത് വിശേഷ ദിവസങ്ങൾ, ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ഗീതമാണ്. ടിബി ദുഃഖവെള്ളി. ദുഃഖവെള്ളി ഏത് സമയം എന്ന് പറയാമോ? ആറാം മണി. ഞാൻ ചുമ്മാ ചോദിച്ചതാ. എങ്ങനത്തെ തെറ്റാ പറയുന്നത് അറിയാൻ ചോദിക്കുന്നേ ഉള്ളൂ. സോറി, തെറ്റാണ്. ടീമേ, ഭവന ശുദ്ധീകരണം, ഭവന ശുദ്ധീകരണം. അതെ, ഇത് വളരെ ചെറുതല്ലേ. വീട് കൂതാശിക്ക് നമ്മളൊക്കെ പോയി നിൽക്കാറുള്ളതാണ്. വീട് കൂതാശിക്ക് നമ്മൾ പാടുന്ന അല്ല വായിക്കുന്ന ഏതെങ്കിലും ഒരു തൊട്ടുമുമ്പുള്ള തദ്വമയാണ്. ഭവന ശുദ്ധീകരണത്തിന്റെ ടീം എക്ക് 5 പോയിന്റുകൾ ലഭിക്കുന്നു. അവസാനത്തെ ചോദ്യം ഈ റൗണ്ടിലേത് ടീം എയോടാണ്. പാട്ട് ഞാൻ പാടുകയാണ്. ചെറിയ എറർ വന്നു, പാട്ട് പാടുകയാണ്. ക്ഷിപ്രമായിന്നോ പ്രീമയ്യൽ കാലം വിശ്വത്തേവം ശോഭിപ്പിച്ചെങ്കിൽ പാതാളസ്ഥന്മാ ഉത്ഥാനം ചെയ്യേ കർത്താവിങ്ങെത്തും നാളേറ്റം ശ്രേഷ്ഠം. പരിചയമുള്ളൊരു പാട്ടാണ് അല്ലെ? നമ്മുടെ കുർബാനയിൽ ധന്യമാതാവ് എന്ന പാട്ടിന്റെ താഴെയുള്ള സ്റ്റാൻസ് ഉണ്ട്. ക്ഷിപ്രമായി കാലം വിശ്വതേവം ശോഭിപ്പിച്ചെങ്കിൽ. ഈ പാട്ടിന്റെ തലക്കെട്ട് എന്താണ്? ധന്യമാവ് എന്ന പാട്ടിന്റെ തലക്കെട്ട് ദൈവമാതാവ് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ പ്രിലിമിനറി റൗണ്ടിൽ ചോദിച്ചിരുന്നത് കണ്ണുകളന്തയിൽ പള്ളിക്കുള്ളിൽ നിന്ന് തലക്കെട്ട് എന്താണെന്ന് ചോദിച്ചിരുന്നു. അതിനുത്തരം ഉണ്ടായിരുന്നു. ഈ പാട്ടിന്റെ തലക്കെട്ട് എന്താണ് എന്നുള്ളതാണ് ചോദ്യമേ. പ്രഭാതമാണോ? പ്രഭാതമാണോ? ഉത്തരം ശരിയാണ്. പ്രഭാതം എന്നുള്ളതാണ് ഈ പാട്ടിന്റെ തലക്കെട്ട്. ഈ മേയ്ക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നിടത്ത് നമ്മുടെ ലിറ്റർജി റൗണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് സ്കോർ നോക്കാം. മൂന്നാം റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം എ 1-ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയാണ്. ടീം എ 45 പോയിന്റോടുകൂടി ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. ടീം സി, ടീം ഇ, ടീം എഫ് ഇവർ 25 പോയിന്റുകളോടുകൂടി ഒപ്പമുണ്ട്. ടീം ബി 20 പോയിന്റ്. ടീം ഡി ഇതുവരെ പോയിന്റ് ഒന്നും കരസ്ഥമാക്കിയിട്ടില്ല. താങ്ക് യു. മത്സരം തുടരുകയാണ്. ചരിത്ര സംബന്ധിയായ ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ പട്ടയിൽ ക്ലിയർ അല്ല ക്ലിയർ ആവുന്നില്ല. കേൾക്കുകയല്ലേ മോളെ? ക്ലിയർ അല്ല, അച്ഛൻ പറഞ്ഞു വിട്ട് കേൾക്കും.
ആണോ? ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഓക്കെ. ഓക്കെ. ഞാൻ ടീം കാണുന്നു. വീണ്ടും പോയി. സ്റ്റാർ ഞങ്ങൾക്ക് കാണാം. ചുമ്മാ പറഞ്ഞു ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ല അല്ലേ? ക്ലിയർ അല്ലേ? ഈ ക്ലിയർ അല്ലേന്ന് ചോദിച്ചാൽ ക്ലിയർ ആയി. അതിന് മുമ്പും പറഞ്ഞ് വിട്ടുവിട്ട് പോയി. അല്ലേ? ഞാൻ എന്റെ നല്ല നെറ്റാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ചെറിയൊരു ഫ്ലക്ച്വേഷൻ ആയിരിക്കും. ഇപ്പൊ ശരിയാവും. എന്റെ മറ്റേ ഫൈബർ നെറ്റ് റെഡി ആയിക്കോളും. എന്തായാലും ഫ്ലക്ച്വേഷൻ ആയിരിക്കും. നമുക്കൊരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. ആയിക്കോളും. ഞാൻ ഷെയർ ചെയ്യപ്പെടുന്നോ? കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം അച്ഛാ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ബൗൺസിംഗ് ഗ്രൗണ്ട് ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും 10 പോയിന്റുകൾ ലഭിക്കുന്ന ഗ്രൗണ്ട് ആണ്. സഭാ ചരിത്ര സംബന്ധമായ ചോദ്യങ്ങളാണ്. ടീം എഫ് ഔഗ്യന്മാർ തീമോത്തിയോസിനെ മെത്രാപോലിത്തയായി വാഴിച്ചത് ആര്? ടീം എഫ്. ബാവയാണ് ഔഗ്യന്മാർ തീമോത്തിയോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കാതോലിക്കയായി വാഴിച്ചത് നമുക്കറിയാം ആരാണ്? യാക്കോബ് പാത്രിയർക്കീസ് ആണ്. എന്നാൽ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായി വാഴിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ടീം എഫ്. ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ആണ്. എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് എന്നാണ്? ഡേറ്റ് 1932 എലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ആണ് ഔഗ്യന്മാർ തീമോത്തിയോസ് എന്നുള്ള പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിച്ചത്. ടീം എഫിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. അച്ഛ ഒന്നും കേൾക്കുന്നില്ല അച്ഛാ. അച്ഛാ എന്റെ ആൻസർ വന്നു. ആൻസർ വന്നിട്ടുണ്ടായിരുന്നു അച്ഛാ. ഹലോ ഒരു നിമിഷം എനിക്കൊന്ന് സമയം തരണേ. ഇവിടെ ചെറിയ എററാണേ. ഒരു മിനിറ്റ്. കേൾക്കാമല്ലോ ഞാൻ പറയുന്നേ? ഞാനിത് മറ്റേ സ്റ്റാൻഡ് ബൈ ക്യാമറയിൽ നിന്നാണ് പറയുന്നത്. ഒരു നിമിഷം.
ഇപ്പം കേൾക്കാലോ? കേൾക്കാലോ? ക്ലിയർ ആണല്ലോ? നമ്മുടെ ചോദ്യം ടീം ആയിരുന്നു. കേൾക്കുന്നില്ലേ? ഓക്കെ, ഒരു നിമിഷം വീണ്ടും തരിക, ഞാൻ ഷെയർ ചെയ്തോട്ടെ. ചോദ്യം ഇതായിരുന്നു. ചോദ്യ ഉത്തരം ഓട്ടോമാറ്റിക് വന്നിടെ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് ആണ്. മൂന്നാമത്തെ ചോദ്യം അടുത്തതിലേക്ക് പോവുകയാണ്. ടീം മലങ്കരയിൽ കാതോലിക്ക ആദ്യമായി വിശുദ്ധ മൗറോൻ കുദാശ നടത്തിയ വർഷം ഏത്? അച്ഛാ 1932 ആണ്. വന്നല്ലേ? സോറി, അതൊരു യുവർ ക്വസ്റ്റ്യൻ 1940 മെയ് 6 ആക്ച്വലി ക്യാൻസൽ ചെയ്യാണ്. ഉത്തരം വന്നല്ലോ. മെയ് 6 മാവേലിക്കര വെച്ച് 32 ചോദ്യം അത് ക്യാൻസൽ ആയത്. ചോദ്യത്തിന്റെ സമയത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനത് ഇവിടെ പറയുകയാണ്. ഞാൻ ഡോക്ടർ സാറിന് മലങ്കര സഭ പിതാക്കന്മാർ റെഫർ ചെയ്താണ് ഞാൻ ഈ ചോദ്യം തയ്യാറാക്കിയത്. രേഖപ്പെടുത്തുന്നത് 1931 അത് ഞാൻ തന്നെ അല്പം കൺഫ്യൂസ്. യഥാർത്ഥത്തിൽ ഞാനിപ്പോ പ്രസ് ചെയ്ത് നോക്കിയതാണ്. മോള് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ പ്രസ് ചെയ്ത് നോക്കിയാണ്. ക്യാൻസലിംഗ് ക്വസ്റ്റ്യൻ മോക്കുള്ള ചോദ്യമാണ്. 1940 മാവേലിക്കര വെച്ച് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ വാഴിച്ച എപ്പിസ്കോപ്പ ആര്? ഒരു മിനിറ്റ്. ഇല്ല ഇല്ല, ടീം കിട്ടുന്നില്ല. ഇല്ല. ടീം എഫ് ബാക്കിലോട്ടല്ലേ? സോറി. ടീം ഡി പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. അയ്യോ അല്ല. ടീം സി അച്ഛാ ബദനിയുടെ അലക്സിയോസ് മാർ തേവദിയോസ് തിരുമേനിയ. ബദനിയുടെ അലക്സിയോസ് മാർ തേവദോസിയോസ് തിരുമേനി അല്ല. അദ്ദേഹം അതിനൊക്കെ മുമ്പ് തന്നെ വാഴിക്കപ്പെട്ടു.
അച്ഛാ തോമസ് മാർ തിമോത്തിയോസ്, അതായത് പത്തനാപുരം ബാവ. അല്ല, അത് 1964 65 ടീം എ പാറട്ട തിരുമേനി, പാറട്ട മധ്യസ് മറിവാനൂസ് തിരുമേനി. പാറട്ട തിരുമേനി. അല്ല അല്ല അല്ല, തെറ്റാണ്. ടീം എഫ് ജോസഫ് മാർ പക്കോമിസ് തിരുമേനി. അല്ല, നിങ്ങൾക്ക് പറയാവുന്നൊരു പേരാണ്, നിങ്ങൾ ഇതുവരെ ആരും പറഞ്ഞില്ല. ടീം ഇ. എന്നോടായിരുന്നു അച്ഛാ ചോദ്യം ചോദിച്ചിരുന്നത്. ചുമ്മാ പറയാമോ? ചുമ്മാ പറഞ്ഞോളൂ. പത്രോസ് മാർ അസ്താത്യോസ് തിരുമേനി. അല്ല, അത് 1953 പത്രോസ് മാർ അസ്താത്യോസ് അല്ലല്ലോ. അല്ല, അദ്ദേഹം ഒന്നുകൊണ്ട് സോറി, തിരുവേനി അല്ല, ഉത്തരം ശരിയല്ല. മാവേലിക്കര പുതിയ പരിശുദ്ധ ബാസിലിയോസ് ഗീവർഗീസ് സിരിയൻ ബാവ വാഴിച്ചത്. അദ്ദേഹത്തോടൊപ്പം അതിനു മുൻപ് ഹോംസിലും എഡിൻബറോയിലും സഞ്ചരിച്ച ക്ലിയർ അല്ല അച്ഛാ. ക്ലിയർ അല്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പം ക്ലിയർ ക്ലിയർ ആണ്. വേണ്ടിയാണ് അദ്ദേഹം അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ എഡിൻബറോയിലും ഹോംസിലും ഒക്കെ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന പ്രിയ മകനായിരുന്ന തോമമാർ ദീവനാസിയോസ് എന്നുള്ളതാണ് ശരി ഉത്തരം. ആർക്കും പോയിന്റുകൾ ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ടീമിയോട് തന്നെ. അച്ഛ ഒരു സംശയം അച്ഛാ. അച്ഛാ അത് ആരോ പറഞ്ഞു എനിക്ക് തോന്നുന്നു അച്ഛാ, അതിന്റെ ആൻസർ. ടീം എ എന്തായിരുന്നു വെച്ചാ പറഞ്ഞത്? ടീം എ അത് പറഞ്ഞായിരുന്നു തോന്നുന്നു. ഇല്ല, അപ്പം വേറെ ആരും ഇങ്ങനെ തോമാന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഇല്ല, ടീം സി സംശയിക്കണ്ട. ഞാൻ ഈ ചോദ്യങ്ങൾ മുഴുവൻ തയ്യാറാക്കിയത് അച്ഛൻ എന്തും പറയും. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് സ്ഥാപിതമായ വർഷം എന്നുള്ളതാണ് ചോദ്യം. കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ഇതിനകത്തൊന്നും സംസാരിച്ചോളാം. ഞാൻ എന്തോ ഒരു എറർ ഉണ്ടാകുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഷെയർ കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ? കാണാം. ഓക്കെ. മലങ്കര സഭയുടെ ആദ്യ കോളേജായ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് സ്ഥാപിതമായ വർഷം. ആരോടാ ചോദ്യം? ഏത് ടീമിനോടാ? അതെ, മോളോട് തന്നെ. ആരും ഉത്തരം പറഞ്ഞില്ലോ, കഴിഞ്ഞ ആരും പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഒന്ന് ഓർത്തോട്ടെ. ഓർത്തോളൂ. അച്ഛാ 1952. ഉത്തരം ശരിയാണ്. 1952 ടീം ഇക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്.
ദ ട്രൂത്ത് ട്രയംസ്, അവിടെ ഫോണ്ടിന്റെ പ്രശ്നമാണ്. ദ ട്രൂത്ത് ട്രയംസ് എന്ന പേരിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ കുറിച്ചുള്ള പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് ആര്? VC സാമുവൽ അച്ഛൻ. VC സാമുവൽ അച്ഛൻ ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 10 പോയിന്റുകൾ ലഭിക്കുകയാണ്. 10 പോയിന്റുകൾ ലഭിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചോദ്യം ഇതാണ്: പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമേനി കാലം ചെയ്ത വർഷം ഏതാണ്? അച്ഛാ എന്നോടല്ലേ? സിയോടല്ലേ? ആ ക്ലിയറാ. അച്ഛാ 1951 ആണോ? 1951. 51. ഉത്തരം ശരിയാണ്. 1951 ഏപ്രിലാണ് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി കാലം ചെയ്യുന്നത്. ടീം സിക്ക് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ടീം ബിയോടുള്ള ചോദ്യം ഇതാണ്. അച്ഛാ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലല്ലോ? ഇല്ല, സ്ക്രീനിലില്ല. ക്യാൻസൽ ചെയ്തിരുന്നില്ലേ? മുമ്പ് പേടിക്കണ്ട. ഓക്കെ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ് ടീം ബിയോട് ഉള്ള ചോദ്യം. ചേപ്പാട് തിരുമേനി അറിയപ്പെടുന്ന മലങ്കര മെത്രാപ്പോലീത്ത ചേപ്പാട് ഫിലിപ്പോസ് മാർ ദേവനാസ്യൂസ് തിരുമേനി തന്റെ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം ആർക്കാണ് കൈമാറിയത്? പുലിക്കോട്ടിൽ മാർ ദിവനാസ്യോസ്. ടീം ബിയുടെ ഉത്തരം തെറ്റാണ്. പുലിക്കോട്ടിൽ മാർ ദിവനാസ്യോസ് അല്ല. ടീമേ ചേപ്പാട്ട് തിരുമേനില്ലേ? ചേപ്പാട്ട്. അതെ. യുയാക്കിം മാർ കൂറിലോസ് തിരുമേനി അന്ത്യോക്യ അവിടുന്ന് വന്നു. ശരിയാണ്. ഉത്തരം ശരിയാണ്. അന്ത്യോക്യയിൽ നിന്ന് എത്തിയ യുയാക്കിം മാർ കൂറിലോസിനാണ് അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം കൈമാറിയത്. നമ്മുടെ ഈ റൗണ്ടും ഇവിടെ അവസാനിക്കുന്നു. ഈ റൗണ്ടിൽ നമുക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് നേരിട്ടു. ഐ എം സോ സോറി. ഞാൻ ആ ക്യാമറ മാറി വേറൊരു ക്യാമറയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി വേറെ എക്സ്ട്രാ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എറർ ആയിരുന്നു. ഇനി അത് ഉണ്ടാവില്ല. എനിഹൗ നമ്മുടെ ഇത്ര റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ നമ്മുടെ പോയിന്റുകൾ നമുക്ക് നോക്കാം. ഈ ക്വിസ് മത്സരത്തിലെ 4ാം റൗണ്ടിലെ സഭാചരിത്രം റൗണ്ടിൽ ഏറ്റവും ഒന്നാമത് തന്നെ എ ടീം 55 പോയിന്റുകളോടെ 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. 2ാം സ്ഥാനം 3 ടീമുകളാണ് ഷെയർ ചെയ്യുന്നത് 35 പോയിന്റുമായി. ടീം സി, ടീം ഇ, ടീം എഫ് എന്നിവർ 35 പോയിന്റുമായി ഒപ്പം തന്നെ ഉണ്ട്. ടീം ബി 20 പോയിന്റുമായി 4ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്തുണ്ട്. ടീം ഡി അക്കൗണ്ട് തുറന്നത് ഈ റൗണ്ടിലാണ്. വളരെ സന്തോഷം. 10 പോയിന്റുമായി ടീം ഡി അക്കൗണ്ട് തുറന്നു. താങ്ക് യു. മത്സരം പുരോഗമിക്കുകയാണ്. 5ാമത്തെ റൗണ്ട് പൊതുവിജ്ഞാന സംബന്ധിയായ ചോദ്യങ്ങളാണ്. കുറച്ചുപേരെങ്കിലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റൗണ്ടാണല്ലോ. പാസിംഗ് റൗണ്ടാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ടീം എ. അതിനുശേഷം ഒരു റൗണ്ടും കൂടെ മാത്രമേ നമ്മുടെ മത്സരത്തിൽ ഉണ്ടാവുള്ളൂ. അതായത് ലാസ്റ്റ് റൗണ്ടാണിത്. എല്ലാവരും താല്പര്യത്തോടെ പങ്കെടുക്കുക. ടീം എയോടാണ് ചോദ്യം. അർമീനിയയുടെ തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഓഫ് ആർമീനിയ. ഇവിടെ ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു പ്രദേശമായതുകൊണ്ടാണ്
ഞാൻ ആ ചോദ്യം പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയത്. എച്ച് മി ആഡ്സൺ ആണോ? എച്ച് മി ആഡ്സൺ തെറ്റാണ്. ടീം ബി. പാസ്. ടീം സി. അച്ഛാ പാസ് പാസ്. അല്ല, പാസ്സാണ്. ടീം ഡി. പാസ് പാസ്. പാസ്. ജിമി. അറിയില്ല. പാസ്. പാസ് ചെയ്തു. ടീം എഫ്. യാരവൻ. ഉത്തരം ശരിയാണ്. യാരവാൻ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത്. പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണ്, യരവാൻ എന്നാണ്. യാരവാൻ എന്നും എന്നോ എനിവേ യൂട്യൂബ് പറഞ്ഞു തന്നത് ഈ പ്രൊനൗൺസിയേഷൻ ആണ്. യരവാൻ എന്നാണ് പറഞ്ഞു തന്നത്. സോ ടീം എഫിന് 5 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഈ കഴിഞ്ഞ ദിവസം മരിച്ച പ്രസിദ്ധ കൊറിയൻ സംവിധായകൻ കിം കി ഡുക് ഏത് രാജ്യത്ത് വെച്ചാണ് മരിച്ചത്? പത്രത്തിലെ പ്രധാന വാർത്ത 1-ാം പേജിലെ വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉൾപ്പെടുത്തിയത്. ഏത് രാജ്യത്ത് വെച്ചാണ് അദ്ദേഹം മരിച്ചത്? ടീം ബി. നോർവേ. അല്ല, ടീം സി. അച്ഛാ സൗത്ത് കൊറിയ. അല്ല, ടീം ഡി. കൊറിയ അല്ലയോ? കൊറിയ. അല്ല, ടീം ഡി. മൈക്രോഫോൺ മ്യൂട്ട് ആണ്. ടീം ഡിയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നില്ല. ടീമി. പാസ്. ടീം എഫ്. ലിത്വാനിയ. ലിത്വാനിയ. ലിത്വാനിയ ആണോ ലാത്വിയ? ഓ ലാത്വിയ. ലിത്വാനിയ ലാത്വിയ തെറ്റല്ലേ? തെറ്റാണ്. ടീം എ ചോദിച്ചിരുന്നില്ലേ? എയിലേക്ക് വന്നിരുന്നില്ലല്ലേ? സോ സോറി. നിങ്ങൾ ഈ മൈക്രോഫോണുകളൊക്കെ നിങ്ങൾ ഈ അൺമ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾ ഈ നമ്മൾ ഈ പറയുമ്പോഴത്തേനുള്ളൊരു പ്രശ്നം എന്നെ അങ്ങോട്ട് കേൾക്കാത്ത പോലെ നിങ്ങളെയും പലതും എനിക്ക് ഇങ്ങോട്ടും കേൾക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ടീം ബി ഒക്കെ മൈക്രോഫോൺ അൺമ്യൂട്ട് തന്നെ വെക്കണം കേട്ടോ. ഞാൻ അവിടെ വരുമ്പോഴത്തേനും കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത്. ആ ഫ്ലോയിൽ വരുന്നത് എനിക്ക് കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്യാണ്, മുമ്പോട്ട് പോവാണ്. 3-ാമത്തെ ചോദ്യം ടീം ബിയോട് തന്നെയാണ്. കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്തുകളുണ്ട്? അഞ്ഞൂറ്. 500. 2 ദിവസം കൊണ്ട് ആരൊക്കെയോ ട്രോളുന്നുണ്ടായിരുന്നു. ടീം സി. 941. 941. ഉത്തരം ശരിയാണ്. 941 ഗ്രാമപഞ്ചായത്തുകളാണ്. ടീം സിക്ക് 5 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെ. പാസിംഗ് അല്ലേ? പാസിംഗ്. അല്ല, രണ്ടാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്തിരുന്നു. ഞാൻ ലാസ്റ്റിലേക്ക് പോയിരുന്നല്ലോ. ഓക്കെ. 75ാമത് UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആരാണ്? 2020 നടക്കുന്ന അത് അതിന്റെ സെഷൻ ഓൺ പ്രോഗ്രസ് ആണ്. UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ്. ആന്റോണിയോ ഗുട്രസ് ആണോ? അല്ല. ചോദ്യമില്ല. ആണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. യുവർ ആൻസർ. അല്ല. ആന്റോണിയോ ഗുട്രസ്. ഉത്തരം തെറ്റാണ്. ടീം ഡി. പാസ്. ടീം ബി. പാസ്. ടീം എഫ്.
അച്ഛാ നരേന്ദ്രമോദി. നരേന്ദ്രമോദി അല്ല. ടീമേ പാസ്. ടീം ബി. ടീം ബി മോനെ ദയവേത് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറയണം. എനിക്കറിയാന്ന് പറയാം, അല്ലെങ്കിൽ പാസ് ചെയ്യാം. പാസ്. പാസ്. ടീം എന്നോടാ ചോദിച്ചത്? ജനറലാണ് ചോദിച്ചത്, ടീം സിയോടാണ് ചോദിച്ചത്. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ടർക്കിഷ് പാർലമെന്റേറിയനായ വോൾക്കർ ഓസ്കിൻ ആണ് 75ാമത് UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തെ ഈ കോവിഡ് നടക്കുന്നതിനാണ് ഇലക്ട് ചെയ്തത്. ആർക്കും പോയിന്റുകൾ ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഓസ്കർ അവാർഡ് നൽകി തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഓസ്കർ അവാർഡ് നൽകി തുടങ്ങിയത് ഏത് വർഷം മുതൽ? ടീം ഡി. പാസ്. ടീം ഇ. 1901. 1901 ശരിയാണോ? അല്ല. ടീം എഫ്. 1927. 1927 തെറ്റാണ്. ടീം എ. 1961. എറിഞ്ഞു നോക്കുക, വീടിനടുത്ത് വെച്ച് മുറിക്കുക അല്ലേ? തെറ്റാണ്. ടീം ബി. 1937. അല്ല. ടീം സി. അച്ഛാ 1930. ടീം കഴിഞ്ഞു. ഡിയോടാണ് ചോദിച്ചിരുന്നത്. എല്ലാവരും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആർക്കെങ്കിലും വെറുതെ പറയാനുണ്ടോ? 29 ആയിരുന്നു. 91 അല്ല, 29 ശരി ഉത്തരം. ആർക്കും ഉത്തരം ലഭിക്കുന്നില്ല. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, അത് നമ്മൾ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്റെ സ്ലൈഡ് ഉണ്ടാവില്ല. സ്ലൈഡ് ഇല്ലാതെ തന്നെ ചോദിക്കുന്നു. അച്ഛാ ഇത് എഫിന് നേരിട്ട് ചോദ്യം കിട്ടത്തില്ല. എന്തോ? എഫിന് നേരിട്ട് ചോദ്യം കിട്ടത്തില്ല. അല്ല, വരികയാണ്. സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വരികയാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അടുത്ത ഇ ആണ്. ഇയോടാണ്. സോറി അതിനുള്ള വരുന്നുണ്ട്. ഇയോട് ചോദ്യം. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇപ്പോഴുള്ള ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ടീം ഇ. പറയാം. പാസ് കിട്ടുന്നില്ല. ടീം എഫ്. ലോർഡ് ഇർവിൻ ആണോ? അല്ല, ടീം എഫ്. ഇർവിൻ ആണോ? ലോർഡ് ഇർവിൻ. മോനെ ജിനു ഉറക്കെ പറഞ്ഞു, കേൾക്കുന്നില്ല, എനിക്ക് വ്യക്തമാവുന്നില്ല. ഉറക്കെ പറയൂ. ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിൻ. ആർ യു ഷുവർ? നോട്ട് ഷുവർ. എനിക്ക് ഉത്തരം പറയണം. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയുക. അല്ലെങ്കിൽ അല്ല, എന്റെ ഉത്തരം ലോർഡ് ഇർവിൻ ആണ്. ലോർഡ് ഇർവിൻ ആണ് അല്ലേ? ആ ഉത്തരം വളരെ ശരിയാണ്. ലോർഡ് ഇർവിൻ തന്നെയാണ്. 1927 28 കണ്ടാണ്, കൃത്യമായ വർഷം ഓർക്കുന്നില്ല. ലോർഡ് ഇർവിൻ ഈസ് റൈറ്റ് ആൻസർ. ടീം എഫിന് 5 പോയിന്റുകൾ ലഭിക്കുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എഫിനോടാണ്.
ദണ്ഡിയറാസ് എന്ന് പറയുന്ന ഒരു നൃത്തരൂപം ഇന്ത്യയിലുണ്ട്. മലയാളത്തിൽ ദണ്ഡിയറാസ് എന്നാണ് പറയുക. ദണ്ഡിയറാസ്. ഈ നൃത്തരൂപം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ദണ്ഡിയറാസ് എന്ന് പറയുന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഗുജറാത്ത് ആണോ? ഉറപ്പാണോ ഉത്തരം? പറഞ്ഞാട്ടെ. ഗുജറാത്ത്. ഗുജറാത്ത് ഉറപ്പാണേ? ഉത്തരം ശരിയാണ്. ഗുജറാത്താണ്. ഗുജറാത്തിലെ നൃത്തരൂപമാണ് ദണ്ഡിയറാസ് എന്ന് പറയുന്നത്. ടീം എഫിന് വീണ്ടും 10 പോയിന്റുകൾ ലഭിക്കുന്നിടത്ത് നമ്മുടെ ഈ റൗണ്ടും ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇതുവരെയുള്ള സ്കോറ് നിങ്ങളുടെ ഓർഡറിൽ നോക്കാം. A to F എന്നുള്ള ഓർഡറിൽ ഈ സമയത്ത് നോക്കാം. അഞ്ച് റൗണ്ടുകൾ ഇതുവരെ പൂർത്തിയായി. അത് പൊതുവിജ്ഞാന റൗണ്ടിൽ നിങ്ങളുടെ സ്കോറുകൾ ഇങ്ങനെയാണ്. ടീം എക്ക് 55 പോയിന്റ് ഉണ്ട്. ടീം ബിക്ക് 20 പോയിന്റ്. ടീം സിക്ക് 40 പോയിന്റ്. ടീം ഡിക്ക് 10 പോയിന്റ്. ടീം ഇക്ക് 35 പോയിന്റ്. ടീം എഫ് 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 65 പോയിന്റുകളോട്. നമ്മുടെ മത്സരം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അവസാനമായി ഒരു റൗണ്ട് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നമുക്കറിയാവുന്നത് പോലെ ഈ റൗണ്ട് ഒരല്പം ഭയക്കേണ്ട റൗണ്ട് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ജാഗ്രതയോടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു റൗണ്ടാണ്. ഈ റൗണ്ട് ഞാൻ പേരിട്ടിരിക്കുന്നത് പിക്ക് ആൻഡ് ഗോ എന്നുള്ളതാണ്. ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പേരിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും, പിക്ക് ആൻഡ് ഗോ എന്നുള്ളതാണ്. ഈ റൗണ്ടില് പാസിംഗ് ഒന്നും ഉണ്ടാവില്ല. പറയുന്ന കേൾക്കാണല്ലോ അല്ലേ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, പാസിംഗ് ഒന്നും ഉണ്ടാവില്ല. ടീം എ മുതൽ ടീം എഫ് വരെ ഓരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എക്ക് ഒരു ചോദ്യം, ബിക്ക് ഒരു ചോദ്യം. എക്ക് ചോദ്യം ഞാൻ തരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി എത്ര മാർക്ക് എക്ക് വേണം? ഒരു നിമിഷം. കഴിഞ്ഞ റൗണ്ടിൽ മാർക്ക് പറഞ്ഞപ്പോഴേ എനിക്ക് കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയത് ഒരു 2 പാസും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആണ്. എന്ന് പറയുമ്പോൾ 20 മാർക്കിൽ കിട്ടത്തുള്ളൂ. ഒരു നിമിഷം, ഞാൻ അവരുടെ കൊടുക്കാം, ചോദിച്ചോളൂ. മൈക്കിൽ തീരും. അല്ല, എനിക്ക് അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ റൗണ്ട് 35 അല്ലേ പറഞ്ഞത്? 55 തൊട്ട് മുമ്പത്തെ റൗണ്ട് എന്റെ ഒരു 55 പോയിന്റ് എന്നല്ലേ പറയുന്നത്? അതെ അതെ അതെ. ഓക്കെ, എന്താ വെച്ചാ ഏറ്റവും വിശ്വസ്തനുള്ള അവാർഡ് ടീം എഫിന് നൽകുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ, വ്യക്തമായല്ലോ? 2 പാസും ഒരു ഡയറക്റ്റ് 20 പോയിന്റ്. നേരത്തെ 35 ഉള്ളായിരുന്നാ പറഞ്ഞത്. 35, 20, 55. ഓക്കെ, 65 ആണെന്നാണ് ഓർത്തത്. അതിന്റെ ഒരു കുഴപ്പമാണ്, സാരമില്ല. ഓക്കെ, നമ്മൾ ഈ റൗണ്ടിലേക്ക് പ്രവേശിക്കാം. അവസാനത്തെ റൗണ്ട് ആണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞു. 10 മുതൽ 25 വരെയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 10 മുതൽ 25 വരെയുള്ള പോയിന്റ്, അതായത് ടീം, ഉദാഹരണം ഞാൻ പറയുകയാണ്, ടീം എയോട് ഞാൻ പറയുകയാണ്, ടീം എക്ക് 10നും 25നും ഇടയ്ക്കുള്ള
ഏത് പോയിന്റും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഉദാഹരണം, ടീം എ പറയുകയാണ് എനിക്ക് അടുത്ത ചോദ്യത്തിന് 10 പോയിന്റ് മതി എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ടീം എ ഉത്തരം പറയുകയാണെങ്കിൽ 10 പോയിന്റ് ലഭിക്കും. എന്നാൽ ഉത്തരം തെറ്റുകയാണെങ്കിൽ ഒരു ചെറിയ നഷ്ടം, 1 പോയിന്റ് നഷ്ടമാകും. കിട്ടിയതിൽ നിന്ന് 1 പോയിന്റ് നഷ്ടമാകും. അതാണ് ഒരു സേഫ് സോൺ ആണ് അല്ലെ. 5 മുതൽ 9 വരെ എടുക്കാം കേട്ടോ. 5 മുതൽ 9 വരെയും പോയിന്റ് എടുക്കാം, ഒരു നഷ്ടവും ഉണ്ടാവില്ല. തെറ്റിയാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ 10 മുതൽ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ നഷ്ടം ഉണ്ടാവും. 10 ആണ് എടുക്കുന്നതെങ്കിൽ 1 പോയിന്റ് നഷ്ടമാകും. 11 ആണെങ്കിൽ 2 പോയിന്റ് നഷ്ടമാകും. 12 ആണെങ്കിൽ 3 പോയിന്റ് നഷ്ടമാകും. അതിങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. 15 മുതൽ 19 വരെ ഹാഫ് പ്രൈസ് ആണ്. അതായത് 15 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ഉത്തരം തെറ്റുകയാണെങ്കിൽ 6 പോയിന്റുകൾ നഷ്ടമാകും. അങ്ങനെ 15 മുതൽ 19 വരെ ഹാഫ് പ്രൈസ് ആണ്. 20 മുതൽ 25 വരെ നോക്കൂ, അതൊരു റിസ്കി ഗെയിമാണ്. നിങ്ങൾ നഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നഷ്ടപ്പെടാൻ, അതായത് 20 എടുത്താൽ കിട്ടിയാൽ 20, പക്ഷെ പോയാൽ നിങ്ങളുടെ 11 പോയിന്റുകൾ നഷ്ടമാവും. 21-ന് 12, 22-ന് 13, 23-ന് 14, 24-ന് 15, 25-ന് 16. അതൊരു റിസ്കി ഗെയിമാണ്. നിങ്ങൾ ഇതുവരെയുള്ള പോയിന്റുകൾ നിങ്ങൾക്കൊന്ന് കണക്കുകൂട്ടി നോക്കാം. കണക്കുകൂട്ടി നോക്കിയിട്ട് ഇഫ് യു ആർ റെഡി ടു പ്ലേ എ ഗെയിം നിങ്ങൾക്ക് അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. പക്ഷേ സേഫായിട്ട് കളിക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ചെറിയ ഗെയിമുകൾ, ചെറിയ പോയിന്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. വ്യക്തമാണല്ലോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അച്ഛാ, ഏത് മേഖലയെന്നായിരിക്കും ക്വസ്റ്റ്യൻ? എല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നായിരിക്കും. ഓക്കെ. സംശയം എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ പോവാം, തുടങ്ങാം. ടീമേ റെഡിയാണോ? റെഡിയാണ്. എത്ര പോയിന്റ് വേണം? സെക്കൻഡ്. കൺഫ്യൂഷൻ. ആദ്യത്തെ ടീമായിട്ട് കൺഫ്യൂഷൻ അല്ലേ? നമ്മൾ ലോട്ടറി എടുത്ത ടീമല്ലേ, ലോട്ടറി എടുത്ത സ്ഥലമല്ലേ? കുഴപ്പമില്ല. ബൈബിളിൽ നിന്നല്ലേ ചോദ്യമുള്ളൂ? ബൈബിളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ അത്ര എളുപ്പമായിരിക്കുകയല്ല. സോ അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒമ്പത് പോയിന്റ് ഒന്നും നഷ്ടമാക്കുവാൻ തയ്യാറാവുന്നില്ല, അങ്ങനെയല്ലേ? ഒന്നും നഷ്ടമാക്കുവാൻ തയ്യാറാകുന്നില്ല, ഒരു റിസ്ക് എടുക്കുവാനായിട്ട് ടീമെ തയ്യാറാകുന്നില്ല. സോ ഈ ചോദ്യം ധൈര്യമായിട്ട് ഫേസ് ചെയ്യാം. ലഭിച്ചാൽ 9 പോയിന്റുകൾ ലഭിക്കും. ഒന്നും നഷ്ടമാകാനില്ലാത്തത് കൊണ്ട് ഭയപ്പെടാതെ കളിക്കുകയും ചെയ്യാം. ന്യൂ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, ടീം എയുടെ ചോദ്യം ഇതാണ്. നഹൂമിന്റെ ദർശന പുസ്തകം ആരെ കുറിച്ചുള്ള പ്രവചനമാണ്? നഹൂമിന്റെ പുസ്തകം ആരെ കുറിച്ചുള്ള പ്രവചനം ആണ്? നിനവയെ കുറിച്ചുള്ളത്. ഉത്തരം ശരിയാണ്. നിനവയെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇപ്പോൾ ആലോചിക്കുകയാണ് 25 എടുക്കേണ്ടതായിരുന്നു. 25 എടുത്തിരുന്നെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഓർക്കുന്നുണ്ടാവും. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ അന്നേരം ഉത്തരം കിട്ടിയില്ല എന്നൊക്കെ വന്നിരുന്നേനെയും ടെൻഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് കളിച്ചു. എനിവേ ടീം എക്ക് 9 പോയിന്റുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. ടീം ബി പോയിന്റ് സെലക്ട് ചെയ്യും. 9. വീണ്ടും അതേ കളിയാണ്, കളികൾ മാറുന്നില്ല. ടീം ബി, യുവർ ക്വസ്റ്റ്യൻ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് എത്രാം സംവത്സരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സംഖ്യാ പുസ്തകം ആരംഭിക്കുന്നത്?
സംഖ്യാപുസ്തകം ആരംഭിക്കുന്നത് ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. അവർ പുറപ്പെട്ടതിന്റെ എത്രാം സംവത്സരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സംഖ്യാപുസ്തകം തുടങ്ങുന്നത്. ടീം ബി 486. 486. ഏതായാലും 9 തെരഞ്ഞെടുത്തത് കാര്യമായി പോയി. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഉത്തരം തെറ്റാണ്. 2-ാം സംവത്സരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഉൽപ്പത്തി പുറപ്പാടിലാണ് തുടങ്ങുന്നത്. പുറപ്പാടും ലേവിയും കഴിഞ്ഞ് സംഖ്യ തുടങ്ങുമ്പോൾ അവർ പുറപ്പെട്ടതിന് 2-ാം വർഷത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സംഖ്യാപുസ്തകം ആരംഭിക്കുന്നത്. ടീം ബി, നോ വറീസ്, നത്തിങ് ടു ലൂസ് ആൻഡ് യു ആർ നോട്ട് ഗെയിനിങ് എനിത്തിങ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. പോയിന്റ് സെലക്ട് ചെയ്യാം. 9 പോയിന്റ് തന്നെ 9 പോയിന്റ് തന്നെ മതി. മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരുടെ കാര്യം കൂടെ നോക്കണമല്ലോ അല്ലേ? ഓക്കെ, ടീം സി, യുവർ ക്വസ്റ്റ്യൻ. യുടെ മകനുണ്ടായ അരുളപ്പാട് ഏത് പ്രവചനമാണ്? കൂശിയുടെ മകൻ അല്ല അച്ഛാ? അതെ, അല്ലെങ്കിൽ ലളിതമായി ചോദിച്ചാൽ ആമോസ് ആണോ അച്ഛാ? എന്തോ ആമോസ് ആണോ? ആമോസ് ആണോ? ആമോസ് ആമോസ് ഉറപ്പില്ല എന്നുള്ളത് ഒരു നല്ല തീരുമാനമായി പോയി. ആ തീരുമാനം ഉചിതമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടുന്നില്ല. സെഫന്യാവ് എന്നുള്ളതാണ് ശരി ഉത്തരം. ടീം ഡി. ഹലോ അച്ഛാ, ഹലോ കേക്കാമോ? മോനെ കാണാൻ മേല. വീഡിയോ കാണാന്നില്ല. പറഞ്ഞോളൂ അച്ഛാ. 15. നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായി ടീം ഡി ഉണ്ട്. ലഭിച്ചാൽ 15. പക്ഷേ ഉത്തരം തെറ്റുകയാണെങ്കിൽ കിട്ടിയ പോയിന്റിൽ നിന്ന് 6 പോയിന്റുകൾ മൈനസ് ചെയ്യും. റെഡിയാണല്ലോ? റെഡിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. അബ്രഹാം എന്ന പേരിൽ ആരംഭിക്കുന്ന പുസ്തകം ഏത്? അബ്രഹാം എന്ന പേര് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പുസ്തകം ഏതാണ്? ടീം ഡി. ഹലോ അച്ഛാ, പറയാമേ. ഓക്കെ, പുറപ്പാടാണോ? പുറപ്പാട്. Team D, I'm so sorry to say that you are losing your 6 valuable points. അബ്രഹാം മുതൽ ദാവീദ് വരെയും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെയും, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെയുമുള്ള തലമുറകളുടെ കാര്യം പറഞ്ഞാരംഭിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് അബ്രഹാം എന്ന വാക്കുകൊണ്ട് തുടങ്ങുക. ടീം ഡിയുടെ 6 പോയിന്റുകൾ നഷ്ടമാകുന്നു. ഒന്നും ലഭിക്കുന്നില്ല, എന്നാൽ ലഭിച്ച 6 പോയിന്റുകൾ നഷ്ടമാകുന്നു. ഐ എം സോ സോറി. ടീം ഇ തെരഞ്ഞെടുക്കാം. 9. 25 കിട്ടും. വേണ്ട. ഓ വേണ്ട അല്ലേ? വേണമെന്ന്. ഓ വേണ്ട. ചോദ്യം: അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന പുസ്തകം ഏത്? അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ പറഞ്ഞോളൂ.
മോളെ പറഞ്ഞോളൂ ടിമി. സമയം പോകുന്നു. വിലാപങ്ങളാണോ? വിലാപങ്ങളാണോ? ആണ്. വിലാപങ്ങളാണ്. പക്ഷെ 9 പോയിന്റുകളെ ലഭിക്കുന്നുള്ളൂ. യു ആർ ഗെറ്റിംഗ് 9 പോയിന്റ്സ്. ലളിത തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ പക്ഷെ ഈ ചോദ്യമാണ് വരുന്നത് നമുക്കറിയില്ലല്ലോ അല്ലെ. അതുകൊണ്ട് 9 പോയിന്റുകൾ. ആൻഡ് ഇതുവരെയുള്ള നമ്മുടെ മത്സരത്തിലെ അവസാനത്തെ ചോദ്യം ടീം എഫിനോടാണ്. ടീം എഫ്, യുവർ ക്വസ്റ്റ്യൻ. എത്ര പോയിന്റ് വേണം? 10 പോയിന്റ്. 10 പോയിന്റ്. ഒന്നൊക്കെ നഷ്ടപ്പെടുത്താം അല്ലേ? 25 ഉണ്ട്. ചോദ്യം ഇതാണ്: ഏലിയ പ്രവാചകനെ അയച്ചു തരുമെന്ന പ്രവചനത്തോടെ അവസാനിക്കുന്ന പുസ്തകം ഏതാണ്? ഏലിയ പ്രവാചകനെ അയച്ചു തരുമെന്ന്. അറിയത്തില്ല, ഗസ് ചെയ്യാം. തീർച്ചയായിട്ടും ഗസ് ചെയ്യാൻ പറ്റിയ ഉത്തരം വെളിപാട്. എന്താണ്? വെളിപാട്. 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 Ready to lose your 1 point. പക്ഷേ ടീം ഓഫ് യുവർ ഗസ് വാസ് റൈറ്റ്. ഇറ്റ് വാസ് ഇൻ ദ റൈറ്റ് ലൈൻ അല്ലേ? അയച്ചു തരും എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പുസ്തകം അത് വെളിപാടല്ല, പഴയ നിയമത്തിലെ മലാഖിയാണ്. അതുകൊണ്ടാണല്ലോ ഏലിയാവ് വന്നു എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഏലിയാവ് വന്നു, നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ല. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. മലാഖിയുടെ പ്രവചനം അവസാനിക്കുന്നത് അങ്ങനെയാണ്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയച്ചു തരും എന്ന് പറയാണ്. അവൻ വന്ന് മക്കളുടെ ഹൃദയം അപ്പന്മാരോടും അപ്പന്മാരുടെ ഹൃദയം മക്കളോടും നിരപ്പിക്കും എന്ന് പറഞ്ഞാണ് മലാഖി പ്രവചനം അവസാനിക്കുന്നത്. 1 പോയിന്റ്. അത് ബുദ്ധിപൂർവ്വമായിരിക്കും കളിച്ചത്. നമ്മുടെ ടോട്ടൽ സ്കോറിനെ അത് ബാധിച്ചോ എന്ന് എനിക്കറിയില്ല. എനിവേ 1 പോയിന്റ് നഷ്ടമാകുന്നു. ഇതുവരെയുള്ള നമ്മുടെ ക്രമീകരണം അനുസരിച്ച് നമ്മുടെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നിമിഷം തരണേ, ഒരു നിമിഷം. ഞാൻ നിങ്ങളുടെ പോയിന്റ് ഇൻഡിവിജ്വലി എന്ന് പറയുകയാണ്. ഞാൻ ഓരോ ടീമിന്റെയും ചോദിക്കും, വ്യത്യാസം ഉണ്ടോ എന്നോട് ജസ്റ്റ് ഒന്ന് പറയുക. ടീമെ 64 അല്ലേ? അതെ 64. ടീം ബി 20 ഇതിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതാത് സമയത്ത് എന്നോട് പറഞ്ഞാൽ മതി. ടീം ബി 20, ടീം സി 40, ടീം ഡി 4, ടീം ഇ 44, ടീം എഫ് 54. സോ നമ്മുടെ മത്സരം ഇവിടെ
അവസാനിക്കുന്നു. വളരെ ആവേശകരമായ മത്സരത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഞാൻ റിസൾട്ട് പറഞ്ഞോട്ടെ? പറയാലോ? പറയാ. അത് ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് അച്ഛനെ പറയുന്നതാണ് ശരി. അല്ല അച്ഛൻ തന്നെ അനൗൺസ് ചെയ്ത അച്ഛാ. ഓക്കെ. ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കോട്ടയം മിത്രാസനത്തിലെ കുരപ്പുഴ സെന്റ് ജോൺസ് ഇടവക അംഗം അരുൺ ജേക്കബ് at the first place with 64 points. രണ്ടാം സ്ഥാനം കൊല്ലം മിത്രാസനത്തിലെ പുത്തൂർ സെന്റ് ജോർജ് വലിയപള്ളി ഇടവക അംഗം with 54 points. മൂന്നാം സ്ഥാനം ചെങ്ങന്നൂർ മിത്രാസനത്തിലെ ഹോളി ഇടവക അംഗം ജോണി ജോൺസൺ with 44 points. നമ്മുടെ മത്സരത്തിൽ 6 സ്ഥാനങ്ങളിലേക്ക് സമ്മാനം എന്നുള്ളതാണ്. നാലാം സ്ഥാനത്ത് തുമ്പൂർ മിത്രാസനത്തിലെ കോട്ടപുരം സെന്റ് മേരീസ് ഇടവക അംഗം ജോറിൻ ജോർജ് 40 points. അഞ്ചാം സ്ഥാനത്ത് വീണ്ടും കോട്ടയം മിത്രാസനത്തിലെ കൊല്ലാട് സെന്റ് പോൾസ് ഇടവക അംഗം ബിജിൻ എബ്രഹാം തോമസ് 20 points. And we have last but not the least കൊല്ലം മിത്രാസനത്തിലെ മൈലകുളം സെന്റ് ജോർജ് ഇടവക അംഗം ആരോൺ with 6 സ്ഥാനികളെയും പ്രയാസമില്ലാതെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു വാക്ക് നന്ദിയുടെ പറയുവാൻ തക്കവണ്ണം എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഈ സമയം എടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ ലോക്ക്ഡൌൺ കുറെ അധികം ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെലവഴിക്കുക. ലോക്ക്ഡൌണിൻ്റെതായ പ്രശ്നങ്ങളും കോവിഡിന്റെ അനുബന്ധ പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടേതായ മേഖലകളിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെലവഴിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധ്യതയിൽ ഒന്നാണ് ഈ സൂം പ്ലാറ്റ്ഫോം വഴിയുള്ള ഇതുപോലെയുള്ള കണ്ടുമുട്ടലുകൾ. നമുക്കറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ ഒരു വർഷം എത്രയോ മത്സരങ്ങൾ നമ്മുടെ സഭയിൽ നടക്കാറുണ്ട്. എന്നാൽ ഈ വർഷം മത്സരങ്ങളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ സൂം പ്ലാറ്റ്ഫോം വഴിയും ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയ വഴിയും ഒക്കെ ഈ മത്സരങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്. കാരണം അറിവിന്റെ ഒരു പങ്കിടിയിൽ എന്ന് പറയുന്നത് തീർച്ചയായും അത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് മുഖാന്തരമാകുന്ന ഇടവകകളെ പ്രത്യേകിച്ച് മുക്തകണ്ഠം ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അലക്സ് തോമസ് അച്ഛനാണ് ഈ അരിപ്പറമ്പ് സെന്റ് ജോർജ് ഇടവകയുടെ വികാരി എന്നുള്ള തലത്തിൽ ഈ ഒരു ഉദ്യമത്തെ വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റെടുത്തത്. സ്ഥിരമായി നടന്നു വന്നിരുന്ന ഒരു മത്സരമല്ല ഈ ഇടവകയുടേത്. അത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു മത്സരമാണ്. പുണ്യശ്ലോകനായ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് ബാബ തിരുമേനിയെ ഓർക്കുവാനും അദ്ദേഹത്തിന്റെ നാമത്തിൽ വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ഞാൻ ഈ സഭാചരിത്ര ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഈ സ്ലൈഡിന്റെ മേളില് ഞാൻ ഗീവർഗീസ് ബാബയുടെ ഒരു ഫോട്ടോ പോസ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടതിന് ശേഷമാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വെറുതെ ഇത് ടൈപ്പ് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ പോയ ഒരു ചിന്ത പെട്ടെന്ന് പോയത്, തിരുമേനി മേളിൽ ഇരുന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ തീയതി വരുമ്പോൾ തിരുമേനി ഇപ്പൊ ഓർക്കുന്നുണ്ടായിരിക്കും, അന്ന് ഞാനിത് ചെയ്തല്ലോ, അന്ന് മൂറൻ കൂദാശ ചെയ്തല്ലോ, അന്ന് തോമാ ദേവദാസ തിരുമേനിയെ വാഴിച്ചല്ലോ, പട്ടം കൊടുത്തല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരിക്കുമെന്ന് ഞാൻ വെറുതെ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള സ്മരണകൾ ഉയർത്തുവാൻ തക്കവണ്ണം ഈ ഒരു എൻഡവർ, ഈ ഒരു പരിശ്രമം കൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒന്നിനായ അച്ഛന്റെ നേതൃത്വം ഒരുപാട് നാൾക്ക് മുമ്പ് തന്നെ അച്ഛൻ ഈ കാര്യം പറഞ്ഞെങ്കിലും വീണ്ടും അച്ഛന് എപ്പോഴും വിളിച്ച് എങ്ങനെയായി എന്ന് ചോദിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛന്റെ ആ ഒരു താല്പര്യത്തെയും വ്യക്തിപരമായി എന്നെ ഇക്കാര്യത്തിന് ക്ഷണിച്ചതിലുമുള്ള സ്നേഹം ഞാൻ പങ്കിടുകയാണ്. അച്ഛന്റെ ഇടവക അംഗങ്ങൾ, ഇടവേള യുവജനങ്ങൾ, പ്രത്യേകിച്ച് ജിബിൻ എന്നൊരു യുവാവാണ് ഈ കാര്യങ്ങൾക്കൊക്കെ അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ജിബിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ശേഷം എല്ലാ ജോർജിയൻ ടീം അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട മത്സരാർത്ഥികളിൽ എല്ലാവരും വ്യക്തിപരമായ പരിചയമുള്ളവരാണ്. എല്ലാവരെയും
വീണ്ടും കണ്ടതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലോക്ക്ഡൌണിൽ നടത്തിയ മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളും അരുണിന് ഏതെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജിനു എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഞാൻ നടത്തിയ മത്സരങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ജോമി കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു എന്തോ ചില കാരണങ്ങളാൽ ഫൈനൽസിലേക്ക് എത്തിയിരുന്നില്ല. എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ജെറിനും വളരെ എല്ലാവരും, ആരോണും ബിജിനും എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും കണ്ടതിലുള്ള സന്തോഷം പങ്കിടട്ടെ. നിങ്ങളുടെ താല്പര്യത്തെ ശ്ലാഘിക്കുന്നു. ഇതിന് പ്രിലിമിനറി റൗണ്ടിൽ അല്പം മാർക്ക് കുറഞ്ഞത് കൊണ്ട് ഇതിലേക്ക് വരാൻ സാധിക്കാതെ പോയ കുറെ ആളുകളുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നോടൊപ്പമുള്ള ഞാൻ വികാരിയായിരിക്കുന്ന ഇടവകയിലെയും എന്റെ മാതൃ ഇടവകയിലെയും തണ്ണിത്തോട്ടിലെയും കോന്നിയിലെയും 3 സുഹൃത്തുക്കളുണ്ട്. പ്രിയപ്പെട്ട ജോമോന്, പ്രിയപ്പെട്ട ജസ്റ്റിന്, പ്രിയപ്പെട്ട സുബിന്, എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദിയൊക്കെ പറഞ്ഞോളൂ. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരോടുള്ള സ്നേഹം പങ്കിടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒരു വാക്ക് നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? കേൾക്കാച്ച. ഒരു വാക്ക് നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിൻസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനല്ലെങ്കിലും എല്ലാ വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധനായിട്ട് ഇടം നേടിയിട്ടുള്ള പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവായുടെ സ്മരണ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അരീപ്പറമ്പിലെ ജോർജിയൻ യുവന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഇങ്ങനെ ഒരു മത്സരം നടത്തണമെന്ന് ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയും അത് ഏറ്റവും ഉചിതമായ ഒരു വ്യക്തിയെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുകയും വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിനാഴമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് പ്രിൻസ് അച്ഛനെ ഞങ്ങൾ ക്ഷണിച്ച് അച്ഛൻ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നിർവഹിച്ചു. പ്രത്യേകിച്ച് നമ്മളൊരു ക്വിസ് മത്സരം നടത്തുക എന്ന് പറയുന്നത് വളരെ നിങ്ങൾ സ്ഥിരം പങ്കെടുക്കുന്ന ആളുകളായതുകൊണ്ട് അറിയാം, അത് ചെറിയൊരു കാര്യമല്ല. അത് വളരെ ഭംഗിയായി അതിന് നമുക്കൊരു ഹോംവർക്ക് വേണം. അത് പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗിക്കുവാനുള്ള ഒരു അറിവും വേണം. അതുകൊണ്ട് പ്രിൻസ് അച്ഛൻ അത് വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തതിലുള്ള സ്നേഹവും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ പ്രിൻസ് അച്ഛന്റെ കൂടെയുള്ള ഒരു ടീമുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ഇപ്പൊ വികാരിയായിരിക്കുന്ന തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ചർച്ച്, അതുപോലെ കോന്നി അച്ഛന്റെ മാതൃ ഇടവക, അവിടുത്തെ യുവന പ്രസ്ഥാനം പ്രവർത്തകരാണ് വളരെ ഭംഗിയായിട്ട് അച്ഛനോട് ചേർന്ന് നിന്ന് നമ്മുടെ ഈ ഒരു ഉദ്യമം വളരെ വിജയകരമാക്കി തീർത്തത്. പ്രത്യേകിച്ച് ആ 2 ഇടവകകളിലെയും പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ജോമോനോടും ഒക്കെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കണം. അവരൊക്കെ അച്ഛനോട് ചേർന്ന് നിന്ന് ഭംഗിയായിട്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ അരീപ്പറമ്പ് സെന്റ് ജോർജ് ദേവാലയത്തിലെ ജോർജിയൻ യുവജന പ്രസ്ഥാനം, അവരാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടത്തണമെന്ന് പറയുകയും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത്. പ്രിയപ്പെട്ടവരുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ സമ്മാനാർഹർക്കുമുള്ള സമ്മാനങ്ങൾ അത് നമ്മളെ ഗ്രൂപ്പിൽ അത് മറ്റു ഡീറ്റെയിൽസ് അത് അറിയിക്കുന്നതാണ്, എവിടെ വെച്ചാണ് അത് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയും നമുക്ക് അത് പുറകാലെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് നിങ്ങൾ സാധിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അവിടെ വന്ന് നിങ്ങളത് സ്വീകരിക്കണമെന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് ദിയൻ ബാവായുടെ മധ്യസ്ഥത ഏവർക്കും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള കാര്യവും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. അഭിവന്യ തിരുമനസ്സുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ തിരുമനസ്സിനോടുള്ള നന്ദിയും ഭക്തിയാദരവും ഈ സമയത്ത് അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് വീക്ഷിക്കുന്ന ഏവരോടുമുള്ള നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വിസ് കോമ്പറ്റീഷൻ ലൈവ് ആയിട്ട് സംപ്രേഷണം ചെയ്യുവാനായിട്ട് നമ്മുടെ നിരവധി ഫേസ്ബുക്ക് പേജുകളും യൂട്യൂബ് ചാനലുകളും തയ്യാറായി. അതിന്റെ പ്രവർത്തകരോടുള്ള, പ്രത്യേകിച്ച് അവരെ സഭയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഒരു പിന്തുണയും പ്രചോദനവും നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഏവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അതിനായി പ്രിൻസ് അച്ഛൻ ഇപ്പോൾ ആശീർവാദം നൽകും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയും അറിയിക്കുന്നതാണ്. അലക്സ് അച്ഛന്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അലക്സ് മത്തായി എന്ന് ടൈപ്പ് ചെയ്ത് പോയി. അലക്സ് തോമസ് എന്നുള്ളത് അലക്സ് മത്തായി എന്നാണ് അടിച്ചത്. സദേക്ഷമില്ല, തിരക്കിനിടയ്ക്ക് അങ്ങനെ ആയിപ്പോയതാണ്. പരിശുദ്ധ പിതാവേ, തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഞങ്ങളെ ക്ഷമിക്കണമേ. കാലമൊക്കെ എല്ലാ സമയത്തിലും ദൈവത്തിനുള്ള മറിച്ചുകൊള്ളണമേ. ബർക്കുമോർ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും നാം എല്ലാവരുടെ മേലും
നമ്മുടെ എല്ലാ ഇടവകളുടെ മേലും സഭയുടെ മേലും നമ്മുടെ എല്ലാ യുവജനങ്ങളുടെ മേലും മത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. മത്സരം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കലും അറിയിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. താങ്ക് യു താങ്ക് യു മോളെ. താങ്ക് യു അച്ഛാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. താങ്ക് യു.